അപ്പൊ അടുത്തത് പ്രൊപ്പോസിഷൻ 1.14 ആണ്. The radical of an ideal A is the intersection of the prime ideals which contains A. ഇത് കുറച്ചും കൂടി ഒബ്വിയസ് ആയിട്ട് പറയണ ഒരു കാര്യമാണ്. അതായത് നമ്മ ഇന്നലെ പറഞ്ഞായിരുന്നു നിൽ റാഡിക്കൽ എന്ന് പറയുന്ന റാഡിക്കൽ ഓഫ് സീറോനെയാണ് നമ്മൾ എന്ത് പറയാ, നിൽ റാഡിക്കൽ എന്ന് പറയാ. സോറി, അങ്ങനെ വേണ്ട, നമുക്കിത് അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു നിൽ റാഡിക്കൽ ഇസ് ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ്. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. അതായത് ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ്, സീറോനെ എല്ലാ പ്രൈം ഐഡിയൽസും കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. റാഡിക്കൽ ഓഫ് സീറോ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, ഉണ്ട് അത് വരെ. അപ്പൊ റാഡിക്കൽ ഓഫ് ആൻ ഐഡിയൽ ഈസ് ദി ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ് വിച്ച് കണ്ടെയ്ൻസ്. അതായത് റാഡിക്കൽ ഓഫ് ഒരു ഐഡിയൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താന്നാണ് പറഞ്ഞത്, എനെ കണ്ടെയ്ൻ ചെയ്യണ പ്രൈം ഐഡിയൽസ് എടുത്തു, അതിന് പി ഐ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇന്റർസെക്ഷൻ ഐ ഈക്വൽ ടു 1 to n. അതിനാണ് എന്ത് പറയാ, നമ്മൾ റാഡിക്കൽ ഓഫ് എ തന്നെ റാഡിക്കൽ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇക്വലന്റ് ആയിട്ട് വേറെ ഡെഫിനേഷൻ കൂടി ഉണ്ടെന്നാണ് പറയണത്. അപ്പൊ അതിന്റെ പ്രൂഫാണത്. അതായത് അപ്പൊ നമുക്ക് എന്തായിരിക്കും കാണിക്കേണ്ടത്, റാഡിക്കൽ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ് ആണെന്ന് കാണിക്കണം, പ്രൈം ഐഡിയൽസ് വിച്ച് കണ്ടെയ്ൻസ് ചെയ്യാന്ന് കാണിക്കണം. അപ്പൊ അതിനാദ്യം തന്നെ ഈ ഒരു ഫൈ ഇൻവേഴ്സ് ഓഫ് ഈറ്റ എ ബൈ എ എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ അവിടെ കാണാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ നമ്മ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽ റാഡിക്കൽ സോറി നിൽപട്ടൻ എലമെന്റ്സിന്റെ നിൽപട്ടൻ എലമെന്റ്സിന്റെ എല്ലാ കളക്ഷനെയും ഡിനോട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. അതായത് ഈറ്റ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള എല്ലാ നിൽപൊട്ടന്റ് എലമെന്റ്സിന്റെയും കളക്ഷൻ. അപ്പൊ ഈറ്റ എ ഓവർ എന്ന് പറഞ്ഞാലോ എ ഓവർ എയിലുള്ള എല്ലാ നിൽപൊട്ടന്റ് എലമെന്റ്സിന്റെയും കളക്ഷൻ. പക്ഷെ ഇവിടുത്തെ നിൽപൊട്ടൻസി എങ്ങനെയായിരിക്കും പറയാ, നമ്മൾ സാധാരണ ഒരു എയിലുള്ള നിൽപൊട്ടൻസി എങ്ങനെ പറയാ, എക്സ് റേസ് ടു n ഈക്വൽ ടു 0 ഫോർ സം n ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. പക്ഷെ ഇവിടെ എങ്ങനെ നിൽപൊട്ടൻസി പറയാ, ഇതിലൊരു എലമെന്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐഡിയൽ ആയിരിക്കും, ഓൾ റേസ് ടു n എന്തായാലും എ ആണ് ആവണ്ടേ. കാരണം ഇവിടുത്തെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഏതാ, എ ആണ്. അപ്പൊ നേരത്തെ പോലെ എക്സ് റേസ് ടു n ഈക്വൽ ടു 0 ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ എങ്ങനെ പറയണ്ടേ, എക്സ് പ്ലസ് എ ഓൾ റേസ് ടു n ഈക്വൽ ടു എ. ഇതിൽ നമ്മൾ മാറ്റിയത് എങ്ങനെ എഴുതാ, എക്സ് റേസ് ടു n പ്ലസ് എ ഈക്വൽ ടു എ. ഇങ്ങനെ വരുന്ന എക്സ് പ്ലസ് എ മോഡലുള്ള എലമെന്റ്സിനാണ് എന്ത് പറയാ, എ ഓവർ എൽ നിൽപൊട്ടന്റ് എലമെന്റ്സ് എന്ന് പറയാം. ആ ഒരു ഡെഫിനേഷൻ ഒന്ന് നോക്കിയോളൂ, അത് അത്ര കോമൺ ആയിട്ട് കാണുന്ന ഡെഫിനേഷൻ അല്ല. അപ്പൊ നമ്മോട് എന്താ കാണിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഹോമോയിസം, നമ്മൾ സാധാരണ നാച്ചുറൽ ഹോമോയിസം പറയുന്നത് തന്നെ എന്ന് എ ഓവറേക്ക് ഒരു നാച്ചുറൽ ഹോമോയിസം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈ ഓഫ് എക്സ് എന്തായിരിക്കും, സാധാരണ രീതിയിൽ തന്നെ എക്സ് പ്ലസ് എ ആണ് നാച്ചുറൽ ഹോമോയിസം, നമ്മൾ മുന്നേക്ക് പഠിച്ചത് തന്നെ. ഇനി ഗാമ ഓഫ് എ ഈക്വൽ ടു ഫൈ ഇൻവേഴ്സ് ഓഫ് ഈറ്റ എ ഓവർ എ. ഇതെങ്ങനെ കിട്ടണേ നമ്മൾ അടുത്ത ഒരു, അതായത് ഇത് നമ്മൾ അടുത്ത വരിയിൽ എഴുതി വെച്ചിട്ടുള്ളൂ ജസ്റ്റ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടണേ. ഇത് തന്നെ വേറെ രീതിക്ക് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ കുഴപ്പമില്ലല്ലോ. അതായത് ഇത് പ്രൂവ് ചെയ്യണേക്കാളും കുറച്ചും കൂടി എളുപ്പം ഫൈ ഓഫ് ഗാമ ഓഫ് എ ഈക്വൽ ടു ഈറ്റ ഓഫ് എ ഓവർ എന്നായിരിക്കും. ഈറ്റ ഓഫ് എ ഓവർ എന്ന് കാണിക്കാനായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈ ഓഫ് ഗാമ ഓഫ് എ അതിലെ എലമെന്റ്സ് എന്തായിരിക്കും, ഗാമ ഫൈൽ എലമെന്റ്സിന്റെ ഫൈ ഇമേജ്. ഗാമ ഫൈൽ എലമെന്റ്സ് എങ്ങനെയാ, എക്സ് റേസ് ടു n 0 ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇതിലെടുക്കുക. അതായത് ഗാമ ഫൈൽ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ എലമെന്റ്സാ, എക്സ് റേസ് ടു n ഈക്വൽ ടു 0 ഫോർ സം n ഗ്രേറ്റർ ദാൻ 1. അങ്ങനെയാണെങ്കിൽ ഫൈ ഗ്രേറ്റർ ദാൻ 0 ഫൈ ഓഫ് ഗാമ ഫൈ, അതായത് ഫൈ ഓഫ്
അതിലൊരു എലമെന്റ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? എക്സ് പ്ലസ് എ കിട്ടും. അപ്പൊ ഈ എക്സ് പ്ലസ് ഇതിലെ നിൽപ്പൊട്ടൻ, അതായത് എ ഓവർ എയിലെ നിൽപ്പൊട്ടന്റ് എലമെന്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എക്സ് പ്ലസ് നിൽപ്പൊട്ടന്റ് എലമെന്റ് ആയിരിക്കില്ലേ? കാരണം നമ്മ എക്സ് പ്ലസ് ഓൾ റേസ് ടു എൻ എടുത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എക്സ് റേസ് ടു എൻ പ്ലസ് എ അല്ലേ കിട്ടുക? എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ 0 അല്ലേ? 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0 പ്ലസ് എ, അത് എ തന്നെയല്ലേ? അതായത് ഇതിന്റെ ഐഡന്റിറ്റി, മറ്റേ ഓറയിലെ ഐഡന്റിറ്റിയിലേക്കല്ലേ ഇത് പോണത്. അതുകൊണ്ട് എക്സ് പ്ലസ് എ എന്തായിരിക്കും? നിൽപ്പൊട്ടന്റ് എലമെന്റ് ആയിരിക്കും. അതായത് അത് വേറെ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈ എന്താ ചെയ്യുക? ഗാമ ഓഫ് എയിലെ എലമെന്റ്സിനെ എയിലേക്ക് മാപ്പ് ചെയ്യും. ഗാമ ഓഫ് എൽ എലമെന്റ്സിനെ ഏതിലേക്ക് മാപ്പ് ചെയ്യും? എയിലേക്ക് മാപ്പ് ചെയ്യും. എ ആണ് അവിടുത്തെ ഐഡന്റിറ്റി. സോറി, ഗാമ ഓഫ് എൽ എലമെന്റ്സിനെ എ ഓവർ എയിലെ നിൽപ്പൊട്ടന്റ് എലമെന്റ്സിക്ക് മാപ്പ് ചെയ്യും. അതായത് ഈ ഗാമ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് എന്തായിരിക്കും? അപ്പുറത്ത് എ ഓവർ എന്റെ നിൽപ്പൊട്ടന്റ് എലമെന്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മ ഗാമ ഓഫ് എനെ എങ്ങനെ എഴുതിയാണ്? ഫൈ ഇൻവേഴ്സ് ഓഫ് ഈറ്റ ഓഫ് എ ഓവർ എന്ന് പറഞ്ഞ എഴുതിയാണത്. അത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ. ഓക്കെ. അപ്പൊ ഈ ഒരു വരിയാണ് ഈ പ്രൂഫിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കറിയാം ഈറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിൽ റാഡിക്കൽ. നിൽ റാഡിക്കൽ ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ് അന്ന് നമ്മ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുന്നൊരു പ്രൂഫിലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിൽ റാഡിക്കൽ ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ്. ഇവിടെ നിൽ റാഡിക്കൽ ഓഫ് എ ഓവർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ്. ഇനി ഒരു കാര്യം വെച്ചിട്ട് പ്രൈം ഐഡിയൽസിൽ എല്ലാത്തിലും ഐഡന്റിറ്റി ഉണ്ടാവില്ലേ? ഇവിടുത്തെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എ അല്ലേ? അതുകൊണ്ട് ഈ ഓരോ പി എടുത്താലും അതിൽ ഏതുണ്ടാവും? എ ഇവിടെ കിടക്കണ്ടാവും, ഈ പിയുടെ ഉള്ളിൽ കിടക്കണ്ടാവും. കാരണം ഇവിടുത്തെ ഐഡന്റിറ്റി ആണത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഈ പ്രൈം ഐഡിയൽസിന്റെ ഉള്ളിലെല്ലാം ഏതുണ്ടെന്ന് കിട്ടും? ഈ ഐഡിയൽ എ ഉണ്ട് എന്നെല്ലാം കിട്ടണേ. അതുകൊണ്ടാണ് വിച്ച് ഇസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ് ഇൻ എ ഓവർ എ. നമുക്ക് അടിയിലേക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ അടിയിൽ അതിൽ പി എ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് വെച്ചിട്ടാ. അപ്പൊ ഫൈ ഇൻവേഴ്സ് ഈറ്റ എ ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ് എ കണ്ടെയ്നിങ് എ അല്ലേ? കാരണം എന്താ? ഫൈ ഇൻവേഴ്സ് സോറി ഈറ്റ എയിൽ എന്തായാലും എന്താണ്? ഈറ്റ എ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ പ്രൈം ഐഡിയൽസ് കണ്ടെയ്നിങ് എ ആണ്. അതുകൊണ്ട് അതിന്റെ ഇൻവേഴ്സ് ഇമേജ് എടുത്താലോ? ഇൻവേഴ്സ് ഇമേജ് എല്ലാം എങ്ങോട്ട് പോവാ? ഇൻവേഴ്സ് ഇമേജ് ഓഫ് എ പ്രൈം ഐഡിയൽ എപ്പോഴും പ്രൈം ഐഡിയൽ ആയിരിക്കും. അതുകൂടാണ്ട് ഇതിന്റെ ഐഡന്റിറ്റി ഈ എല്ലാ എലമെന്റ്സും എങ്ങോട്ടാ മാപ്പ് ചെയ്യാ? എയിലുള്ള എലമെന്റ്സ്. അതായത് ഈ ഫൈ ഇൻവേഴ്സ് ഓഫ് എ ബൈ ഈറ്റ ഓഫ് എ ബൈ എയിൽ എല്ലാത്തിലും ഏഴ് എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഇൻവേഴ്സ് ഇമേജ് മൊത്തം ഏലേക്കാണ് പോവുക. അത് കൂടാണ്ട് വേറെ കുറച്ച് എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇതിന്റെ ഇൻവേഴ്സ് ഇമേജിൽ ഏതുണ്ടാവും? എ ഉണ്ടാവും. ഇനി അതുകൂടാണ്ട് ഇത് പ്രൈം ഐഡിയൽസിന്റെ ഇന്റർസെക്ഷൻ അല്ലേ? ഇത് പ്രൈം ഐഡിയൽ ആയിരിക്കും. അതുപോലെ ഇൻവേഴ്സ് ഇമേജ് ഓഫ് പ്രൈം ഐഡിയൽ ആയിരിക്കും. അപ്പൊ എനെ കണ്ടെയ്ൻ ചെയ്യണ ഒരു പ്രൈം ഐഡിയലിലേക്കാണ് ഇത് മാപ്പ് ചെയ്യണത്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഇന്റർസെക്ഷനും അവിടുത്തെ ഇന്റർസെക്ഷനും, അതായത് എന്താ നമുക്ക് കിട്ടാൻ പോണത്? ഇതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനെ കണ്ടെയ്ൻ ചെയ്യണ എല്ലാ പ്രൈം ഐഡിയൽസിന്റെയും ഇന്റർസെക്ഷനിലേക്കാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നത് ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ പ്രൂഫ് ശരിക്കും പറഞ്ഞത് ചെറിയ പ്രൂഫ് അല്ല, പക്ഷെ ഇത് ഇതിൽ ഷോർട്ട് ആക്കി എഴുതിയതാണ്. കുറച്ചും കൂടി നമുക്ക് ലെങ്ത് ആക്കാവുന്നുള്ളൂ ഇത്. അടുത്തത് ഇന്നലെ പറഞ്ഞത് റാഡിക്കൽ നമ്മ ഐഡിയലിൽ ഡിഫൈൻ ചെയ്തായിരുന്നു. ഇനി അതുപോലെ ഇവിടെ ഒരു സബ്സെറ്റിൽ ഡിഫൈൻ ചെയ്യണം. ഐഡിയലിൽ ഡിഫൈൻ ചെയ്ത പോലെ തന്നെയാണ് സബ്സെറ്റിലും ഡിഫൈൻ ചെയ്യണം. എന്താണ്? ഗാമ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എക്സ് റേസ് ടു എൻ ബിലോങ്സ് ടു ഇ ഫോർ സം എൻ ഗ്രേറ്റർ ദാൻ 0. അതായത് എക്സിന്റെ ഏതെങ്കിലും ഒരു പവർ ഐയിൽ ഉണ്ടാവണം. ഇന്നലെ എയിൽ ഉണ്ടാവണം എന്നാണ്, മുന്നത്തെ ക്ലാസ്സിൽ എയിൽ ഉണ്ടാവണം എന്നായിരുന്നു പറഞ്ഞത്. ഇവിടെ ഇയിലുണ്ട് എന്ന് പറഞ്ഞു. ഇ എന്ന് പറയുന്നത് ഇവിടെ ഐഡിയൽ ഒന്നല്ല, ജസ്റ്റ് ഒരു സബ്സെറ്റ് മാത്രം. അടുത്തത് ഈ ആൽഫ ഒരു സെറ്റ് എടുത്തേക്കാണ്. ഈ ആൽഫ ബിലോങ്സ് ടു ബി ദ ഫാമിലി ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ, ദെൻ റാഡിക്കിൾ ഓഫ് ഈ ആൽഫകളുടെ മൊത്തം യൂണിയൻ എടുത്തു, അതിന്റെ റാഡിക്കിൾ കണ്ടു. അതായത് ഇവിടുത്തെ ഈ സെറ്റിലുള്ള എലമെന്റ്സിന്റെ മൊത്തം, ഈ സെറ്റിന്റെ ഉള്ളിലുള്ളതും സെറ്റുകൾ തന്നെയാണ്.
അതിൻ്റെ ഉള്ളിലത്തുള്ള സെറ്റുകളുടെ മൊത്തം യൂണിയൻ എടുത്ത് അതിന്റെ റാഡിക്കൾ കണ്ടു, അത് എന്തിനോട് ഈക്വൽ ആയിരിക്കുന്നു. അതായത് ഓരോ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ E1 E2 എക്സിട്ര En എക്സിട്ര ഇങ്ങനെ പോണ സെറ്റാണ്. ഇത് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു, ഇതിന്റെ എല്ലാത്തിന്റെയും യൂണിയൻ കണ്ടുപിടിച്ചു. അതായത് യൂണിയൻ I equal to 1 to infinity EI കണ്ടുപിടിച്ചു. ആ യൂണിയനും എന്തിനോട് ഈക്വൽ ആയിരിക്കുന്നത്. ഇനി ഓരോന്നിന്റെയും റാഡിക്കൾ കണ്ടുപിടിച്ചു. റാഡിക്കൾ ഓഫ് E1, റാഡിക്കൾ ഓഫ് E2, അതുപോലെ റാഡിക്കൾ ഓഫ് En. ഇതിന്റെ എല്ലാത്തിന്റെയും റാഡിക്കൾ കണ്ടുപിടിച്ചു, അതിന്റെ യൂണിയൻ എടുത്തു. ഇത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള സെറ്റ് ആയിരിക്കും എന്നാണ് പറയണത്. അപ്പൊ അതിന്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇതിന്റെ പ്രൂഫ് നമ്മൾ സാധാരണ രീതിക്ക് തന്നെ ഒന്നൊന്നില്, അതായത് ഇത് ഇതിന്റെ സബ്സെറ്റ് ആണെന്നും അത് ഇതിന്റെ സബ്സെറ്റ് ആണെന്നും തിരിച്ചു കാണിക്കും. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചത്. പക്ഷെ ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയി തന്നെ നമുക്ക് ഒരു സൈഡ് കാണിച്ചാലും, അതായത് ഇത് ഇങ്ങോട്ടും ഉണ്ട് ഇത് തിരിച്ചും ഉണ്ട്. അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ടാണ് അത് പോയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചുള്ളത് പ്രൂവ് ചെയ്യാത്തത് ശരിക്കും. അത് എക്സ് ബിലോങ്സ് ടു റാഡിക്കൽ ഓഫ് യൂണിയൻ ഇ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമുക്കറിയാം ഒരു എലമെന്റ് റാഡിക്കൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ റാഡിക്കൽ എക്സ് ബിലോങ്സ് ടു റാഡിക്കൽ ഓഫ് എൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുക, എക്സ് റേസ് ടു എൻ ബിലോങ്സ് ടു എ ഫോർ സം എൻ ഗ്രേറ്റർ ദാൻ 0 ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 മതി. അപ്പൊ എക്സ് ബിലോങ്സ് ടു റാഡിക്കൽ ഓഫ് ഈ ഉള്ളിൽ കിടക്കുന്ന സാധനം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് റേസ് ടു എൻ ബിലോങ്സ് ടു നമ്മുടെ റാഡിക്കലിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഫോർ സം ആൽഫ അല്ല, ഫോർ സം എൻ ഗ്രേറ്റർ ദാൻ 0 ആണ് ഇവിടെ വരുന്നത്. അതിന്റെ അടിയിൽ എക്സ് റേസ് ടു എൻ ഒരു യൂണിയനിൽ ഒരു എലമെന്റ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അതിൽ ഏതെങ്കിലും ഒരു സെറ്റിന്റെ ഉള്ളിലെങ്കിലും ആ എലമെന്റ് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് എക്സ് റേസ് ടു എൻ ഈ ഏതെങ്കിലും ഒരു ഇ ആൽഫയിൽ എടുക്കും. അതാണ് എക്സ് റേസ് ടു എൻ ബിലോങ്സ് ഇ ആൽഫ ഫോർ സം ആൽഫ ബിലോങ്സ് ടു എൻ ചോദിച്ചാണ്. എക്സ് റേസ് ടു എൻ ഈ ആൽഫയിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, എക്സ് റേസ് ടു എൻ എൽ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, എക്സ് ബിലോങ്സ് ടു റാഡിക്കൽ ഓഫ് എ അല്ലേ. നമ്മൾ മുകളിൽ എഴുതി വെച്ചത് എക്സ് റേസ് ടു എൻ ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു റാഡിക്കൽ ഓഫ് എ. അതുപോലെ തന്നെ എക്സ് ബിലോങ്സ് ടു ഇ ആൽഫ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ, എക്സ് റേസ് ടു എൻ ബിലോങ്സ് ടു ഇ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ബിലോങ്സ് ടു റാഡിക്കൽ ഓഫ് ഇ ആൽഫ. അതിന്റെ അർത്ഥം എന്താ, എക്സ് ബിലോങ്സ് ടു ഒരെണ്ണത്തിലെങ്കിലും ഉണ്ടെങ്കിൽ ആ യൂണിയനിൽ മൊത്തം ഉണ്ടാവില്ലേ. അപ്പൊ എക്സ് ബിലോങ്സ് ടു ഫുൾ യൂണിയൻ റാഡിക്കൽ ഓഫ് ഇ ആൽഫ. അതിനർത്ഥം നമ്മ ഈ ഭാഗത്ത് നിന്ന് എത്തിയിട്ട് ഒരു എക്സ് എടുത്തു കഴിഞ്ഞപ്പോ അത് ഇവിടെ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു എക്സ് എടുത്ത് അത് തിരിച്ചുണ്ട്. അതല്ല അതിന്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് കാണിച്ചു. അതാണ് ഈ ശരിക്കും എഴുതി വെച്ചത് കേട്ടോ. നമ്മ മുന്നേ യൂസ് ചെയ്യണ അതേ മെത്തേഡ് തന്നെയാണ്. അതായത് റാഡിക്കൽ ഓഫ് യൂണിയൻ ഇ ആൽഫ സബ്സെറ്റ് ഓഫ് യൂണിയൻ റാഡിക്കൽ ഓഫ് ഇ ആൽഫ, അത് തിരിച്ചുണ്ടെന്നും കാണിച്ചതാണ് ഈ എഴുതി വെച്ചത്. നമ്മ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയതുകൊണ്ട് നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അത്ര മനസ്സിലാവണില്ല എന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഈ പ്രൂഫും പിന്നെ ഇതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രൂഫ് ഉണ്ടായിരുന്നു, ഡി ഈക്വൽ ടു യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആനിഹിലേറ്റർ ഓഫ് എക്സ് പറഞ്ഞിട്ട്. അത് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കണതാ എപ്പോഴും എക്സാമിന്. അപ്പൊ ഈ രണ്ട് പ്രൂഫ് എന്തായാലും പഠിച്ചു വെച്ചോളൂ. അതായത് ഡി ഈക്വൽ ടു ഡി നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത പോലെ സെറ്റ് ഓഫ് ഓൾ സീറോ ഡിവൈസേഴ്സ്. പിന്നെ നമ്മുടെ റിങ്ങിലുള്ള എല്ലാ സീറോ ഡിവൈസേഴ്സിന്റെ കളക്ഷൻ ഈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ആ ഡി ഈക്വൽ ടു യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 റാഡിക്കൽ ഓഫ് അനിഹിലേറ്റർ ഓഫ് എക്സ് ആയിരിക്കും എന്നാണ് പറയണത്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യുക, രണ്ട് സൈഡിലേക്ക് സബ്സെറ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യായിരിക്കും. അപ്പൊ അതിൽ തന്നെ ഡി ഈക്വൽ ടു യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 അനിഹിലേറ്റർ ഓഫ് എക്സ്, ഇതാണ് നമ്മൾ മുന്നേ പ്രൂവ് ചെയ്താണ് തിയറം. അതാണ് ഇവിടെ എഴുതി വെച്ചാണത്, ഡി ഈക്വൽ ടു യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 അനിഹിലേറ്റർ ഓഫ് എക്സ്. അപ്പൊ നമ്മൾ രണ്ട് സൈഡിൽ റാഡിക്കൽ, അതായത് ആർ ഓഫ് യൂസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടാ, രണ്ട് സൈഡിൽ ആർ ഓഫ് യൂസ് ചെയ്യുമ്പോൾ കിട്ടാ, ആർ എഫ് എന്ന് പറഞ്ഞാൽ റാഡിക്കൽ ഓഫ്. അപ്പൊ റാഡിക്കൽ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റാഡിക്കൽ ഓഫ് യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 അനിഹിലേറ്റർ ഓഫ് എക്സ് കിട്ടും. തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത തിയറം വെച്ച് ഇതെന്തായിരിക്കും, ആ യൂണിയൻ പുറത്തേക്ക് വരും. എന്തായിരിക്കും അപ്പൊ യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 റാഡിക്കൽ ഓഫ് അനിഹിലേറ്റർ ഓഫ് എക്സ് എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഇനി എന്ത് പ്രൂവ് ചെയ്താൽ മതി, അതായത് ഈ സാധനം ഈ മാർക്ക് ചെയ്തത് ഈക്വൽ ടു ഡി ആണെന്ന് കാണിക്കണ്ടേ. പക്ഷെ ഈ മാർക്ക് ചെയ്തത് ഇപ്പൊ എന്താന്ന് കിട്ടി, റാഡിക്കൽ ഓഫ് ഡി ആന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഡിയും റാഡിക്കൽ ഓഫ് ഡിയും ഈക്വൽ ആന്ന് കാണിച്ചാൽ പോരെ. കാരണം ഈ മാർക്ക് ചെയ്തത് ഡി ആണെന്ന് പ്രൂവ് ചെയ്യണ്ടേ. ഈ മാർക്ക് ചെയ്യണത് എന്താന്ന് നമുക്ക് ഇപ്പൊ കിട്ടി, റാഡിക്കൽ ഓഫ് ഡി ആണ്. അപ്പൊ ഇനി ഇത് ഡി ആന്ന് കാണിക്കണേക്കാളും നല്ലത് റാഡിക്കൽ ഓഫ് ഡി ആന്ന് കാണിച്ചാൽ പോരെ. അപ്പൊ ഇനി അങ്ങനെയാണ് പ്രൂഫ് പോണത്. അപ്പൊ റാഡിക്കൽ ഓഫ് ഡി ആന്ന് കാണിക്കും. ഓക്കെ,
അതിന് നമുക്ക് ആദ്യം റാഡിക്കലിന്റെ പ്രോപ്പർട്ടീസ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും എ സബ്സെറ്റ് ഓഫ് റാഡിക്കൽ ഓഫ് എ ആയിരിക്കും. n=1 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു സൈഡ് നമുക്ക് ഡയറക്റ്റ് കിട്ടി. അതായത് ഡി ഈക്വൽ ടു റാഡിക്കൽ ഓഫ് ടി എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഡി സബ്സെറ്റ് ഓഫ് റാഡിക്കൽ ഓഫ് ഡിയും അതുപോലെ റാഡിക്കൽ ഓഫ് ഡി സബ്സെറ്റ് ഓഫ് ഡി എന്നും പ്രൂവ് ചെയ്താൽ മതി. അതിൽ ഡി സബ്സെറ്റ് ഓഫ് റാഡിക്കൽ ഓഫ് ഡി ഓബ്വിയസ് ആയിട്ടുള്ള സാധനം നമുക്ക് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചതാ. നമുക്ക് എന്ത് മാത്രം കാണിച്ചാൽ മതി? റാഡിക്കൽ ഓഫ് ഡി സബ്സെറ്റ് ഓഫ് ഡി എന്ന് മാത്രം കാണിച്ചാൽ മതി. അപ്പൊ നമ്മൾ റാഡിക്കൽ ഓഫ് ഡി സബ്സെറ്റ് ഓഫ് ഡി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു എക്സ് ബിലോങ്സ് റാഡിക്കൽ ഓഫ് ഡി എടുത്തു. എക്സ് ബിലോങ്സ് റാഡിക്കൽ ഓഫ് ഡി ആയതും കൊണ്ട് എക്സ് റേസ്റ്റ് n ബിലോങ്സ് ടു ഡി അല്ലേ ഫോർ സം n ഗ്രേറ്റർ ദാൻ 0. റാഡിക്കലിന്റെ ഡെഫിനിഷൻ എക്സ് റേസ്റ്റ് n ബിലോങ്സ് ടു ഡി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഡിയിലെ എലമെന്റ്സ് മൊത്തം നിൽപ്പൊട്ടൻ സീറോ ഡിവൈസസ് ആ. അതുകൊണ്ട് എക്സ് റേസ്റ്റ് n ഒരു സീറോ ഡിവൈസർ ആണെന്ന് കിട്ടി. എക്സ് റേസ്റ്റ് n സീറോ ഡിവൈസർ എന്ന് പറഞ്ഞത് അതിനെന്താ? അപ്പൊ നമ്മൾ എങ്ങനെയാ എടുക്കുക? ഒരു എക്സ് സീറോ ഡിവൈസർ എന്ന് പറഞ്ഞാൽ വൈ നോട്ട് ഈക്വൽ ടു 0 സബ്സെറ്റ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യും. അതുപോലെ നമ്മൾ ഇവിടെ ഒരു വൈ ചൂസ് ചെയ്തു, വൈ നോട്ട് ഈക്വൽ ടു 0 സബ്സെറ്റ് എക്സ് റേസ്റ്റ് n ഇൻറ്റു വൈ ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു എക്സ് റേസ്റ്റ് n മൈനസ് 1 വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഈ ഭാഗത്ത് വെച്ച് ഒന്ന് നോക്കി നോക്കിയേ. അതായത് നമുക്കിനി എന്താണ് കാണിക്കേണ്ടത്? എക്സ് ബിലോങ്സ് ടു, അതായത് എക്സ് എന്താന്ന് കാണിക്കണം? അതായത് എക്സ് നമ്മൾ എവിടെ നിർത്തും? റാഡിക്കൽ ഓഫ് ഡി നിർത്തിട്ട് എക്സ് ഡിയിലുണ്ട് കാണിക്കണം. അതായത് എക്സ് സീറോ ഡിവൈസർ ആണെന്ന് കാണിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എക്സ് റേസ്റ്റ് n ഒരു സീറോ ഡിവൈസർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ചെറുതാക്കി എങ്ങോട്ട് കൊണ്ടുവരണം? എക്സിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് റേസ്റ്റ് n മൈനസ് 1 ഇൻറ്റു വൈ നമ്മൾ എടുത്തു. ഇനി എക്സ് റേസ്റ്റ് n മൈനസ് 1 ഇൻറ്റു വൈ എന്ന് പറയുന്നത് സീറോ അല്ലാന്നിരിക്കട്ടെ. സീറോ അല്ലെങ്കിൽ എന്താ? എക്സ് എന്ന് പറയുന്നത് എന്തായി കിട്ടി? സീറോ ഡിവൈസർ ആണെന്നാവും. കാരണം എന്താ? ഒരു നോൺ സീറോ, അതായത് എക്സ് റേസ്റ്റ് n മൈനസ് 1 വൈ സീറോ അല്ലെങ്കിൽ ഒരു നോൺ സീറോ എലമെന്റിന്റെ അപ്പൊ എക്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ സീറോ കിട്ടിയെന്നാണ് അപ്പൊ ഈ സ്റ്റെപ്പിന്റെ അർത്ഥം. അതുകൊണ്ട് എക്സ് സീറോ ഡിവൈസർ ആയനെ. അപ്പൊ ആ കേസിൽ അപ്പൊ നമുക്ക് ഇനി എങ്ങനെ ഫോർവേഡ് ചെയ്യേണ്ടത്? അതായത് മുന്നോട്ട് ഇനി എങ്ങനെയാ നമുക്ക് പോകേണ്ടത്? അതായത് എക്സ് റേസ്റ്റ് n മൈനസ് 1 വൈ സീറോ അല്ലാന്ന് ഉള്ള കേസിൽ നിന്ന് എക്സ് റേസ്റ്റ് n മൈനസ് 1 വൈ സീറോ ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെ എന്താവും? നമുക്ക് പിന്നെ അതിനെ ചെറുതാക്കി എന്താക്കാം? എക്സിന്റെ എക്സ് റേസ്റ്റ് n മൈനസ് 2 വൈ എന്നാക്കാം. ഇത് സീറോ, ഇത് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് എന്തായി? എക്സ് സീറോ ഡിവൈസർ ആയി. കാരണം ഒരു നോൺ സീറോ എലമെന്റ് അപ്പൊ മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടി? സീറോ കിട്ടി. അപ്പൊ അടുത്ത സ്റ്റെപ്പിക്ക് എന്താ ചെയ്യണ്ടേ? എക്സ് റേസ്റ്റ് n മൈനസ് 2 വൈ ഈക്വൽ ടു സീറോ ആവണം. ഇവിടെ നമ്മൾ എക്സ് പുറത്തേക്ക് എടുക്കും. ഇതുപോലെ നമുക്ക് n എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പർ അല്ലേ? അതുകൊണ്ട് ഈ സ്റ്റെപ്പ് എന്തായാലും പോയിട്ട് എവിടെ ചെന്ന് നിൽക്കും? എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു സീറോ വേർ വൈ നോട്ട് ഈക്വൽ ടു സീറോ നമ്മൾ മുന്നേ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താന്ന് കിട്ടും? എക്സ് ഈസ് എ സീറോ ഡിവൈസർ എന്ന് കിട്ടും. അതിനർത്ഥം എന്താ? എക്സ് ബിലോങ്സ് ടു ഡി ആന്ന് കിട്ടും. അപ്പൊ നമുക്ക് എക്സ് ബിലോങ്സ് ടു ഗാമ ഓഫ് റാഡിക്കൽ ഓഫ് ഡി എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി? എക്സ് ബിലോങ്സ് ടു ഡി എന്ന് കിട്ടി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ ഇപ്പൊ മൊത്തം എന്തായി? രണ്ട് സൈഡിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് സബ്സെറ്റ് ആണെന്ന് തെളിയിച്ചില്ലേ? അതുകൊണ്ട് എന്ത് കിട്ടി? ഡി ഈക്വൽ ടു റാഡിക്കൽ ഓഫ് ഡി എന്ന് കണ്ടുപിടിച്ചു. ഇനി റാഡിക്കൽ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? യൂണിയൻ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ റാഡിക്കൽ ഓഫ് അനിലേറ്റർ ഓഫ് എക്സ്. നമുക്ക് ഇതിന്റെ പ്രൂഫ് കഴിഞ്ഞു. ഇതിന്റെ പ്രൂഫ് നമ്മൾ തുടങ്ങണത് തന്നെ തൊട്ട് മുന്നത്തെ ആ തീറത്തിന്റെ തൊട്ട് മുന്നല്ല, കുറച്ച് മുന്നേ ചെയ്തായിരുന്ന ആ തീറത്തിന്റെ പ്രൂഫ് വെച്ചാണ് തുടങ്ങണത്. ഇനിയുള്ള തിയറംസ് മൊത്തം അങ്ങനെയാണ്. അതായത് ഒന്നൊന്നിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും പ്രൂഫ് വരാൻ. അപ്പൊ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഇതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളൂ. എല്ലാം പഠിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇതില് അത് യൂസ് ആവണതില്ല. ഇതിന്റെ അടിയിലത്തെ ഒരു പ്രോബ്ലം ഈ ഭാഗം കുറച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അതായത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും, അതായത് എളുപ്പമാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതായത് എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും പറയണേ നമുക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമോമോർഫിസം വേണം. അതുകൂടാണ്ട് ഒരു ഐഡിയലിന്റെയാണ് എക്സ്റ്റൻഷൻ പറയാ, ഒരു ഐഡിയലിന്റെയാണ് എന്ത് പറയാ? കോൺട്രാക്ഷനും പറയാം. അതിന് ഫസ്റ്റ് തന്നെ ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യണം. അതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ എഫ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് വെച്ചാണത്. ഒരു ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും പറയാൻ പറ്റുള്ളൂ.
അപ്പൊ ഏന്ന് പറയണത് എയിലെ ഒരു ഐഡിയലാണെങ്കിൽ ഈ എയുടെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമുക്ക് എ ഉണ്ടല്ലേ എയിലുള്ളതാണ്. അപ്പൊ നമുക്ക് എഫ് ഓഫ് ഈ ഐഡിയലിന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഒരു ഐഡിയലിന്റെ ഇമേജ് ഒരിക്കലും എന്താവണമെന്ന് നിർബന്ധമില്ല, ഒരു ഐഡിയലാണെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ഈ എഫ് ഓഫ് എ ഐഡിയലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ എഫ് ഓഫ് എനെ കണ്ടെയ്ൻ ചെയ്യണം, അല്ലെങ്കിൽ എഫ് ഓഫ് എ ജനറേറ്റ് ചെയ്യണ ഒരു ഐഡിയൽ എടുക്കാം. അതിന് നമ്മൾ എങ്ങനെ ഈ ആംഗുലാർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഫ് ഓഫ് എഴുതുന്നത് ഈ അപ്പൊ എഫ് ഓഫ് എ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ എന്ത് പറയാ? എ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു പറയാ. അപ്പൊ എ എക്സ്റ്റൻഷൻ എവിടത്തെ ഐഡിയലായിരിക്കും? ബിയിലെ ഐഡിയലായിരിക്കും. കാരണം എഫ് ഓഫ് എ എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ എടുക്കുക? ബിയിലെ എടുക്കുക. ഇനി അത് ജനറേറ്റ് ചെയ്യണ ഐഡിയൽ എടുത്താലും എവിടെ എടുക്കുക? ബിയിലെ എടുക്കുക. അതുകൊണ്ട് എ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എവിടത്തെ ഐഡിയലായിരിക്കും? ബിയുടെ ഐഡിയലായിരിക്കും. ജസ്റ്റ് എഫ് ഓഫ് എ ആണെന്ന് എഴുതി വെക്കരുത്. എഫ് ഓഫ് എ ജനറേറ്റ് ചെയ്യണ ഐഡിയലിനാണ് നമ്മൾ എന്താ പറയാ? എ എക്സ്റ്റൻഷൻ എന്ന് പറയാ. അത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ തെറ്റും. പിന്നെ അതുപോലെ ബി കോൺട്രാക്ഷൻ, അതായത് എഫ് ഫ്രം എ ടു ബി. ഇനി ബിയിലൊരു എലമെന്റ് ആണ് ബി എന്നിരിക്കട്ടെ. അതായത് ബി എന്ന് പറയുന്നത് ബിയിലൊരു ഐഡിയലാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? എഫ് ഇൻവേഴ്സ് ഓഫ് ബി കണ്ടുപിടിക്കും. എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളായിരിക്കും, എയിലുള്ള ആളായിരിക്കില്ലേ. പക്ഷെ ഇമേജ് ഓഫ് ആൻ ഐഡിയയിൽ ഇമേജ് ഓഫ് ആൻ ഐഡിയയിൽ ഐഡിയലാണെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ആൻ ഐഡിയയിൽ എന്തായിരിക്കും? എപ്പോഴും ഐഡിയലായിരിക്കും. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ബിനെ നമുക്ക് ഇനി പ്രത്യേകം മോഡിഫൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എഫ് ഇൻവേഴ്സ് ബി തന്നെ എന്തായിരിക്കും? ഐഡിയലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇനി ജനറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എഫ് ഇൻവേഴ്സ് ബി എന്ന് പറയുന്നതാണ് എന്ത്? ബിയുടെ എക്സ്റ്റൻഷൻ, ബിയുടെ കോൺട്രാക്ഷൻ. ഇത് എവിടുത്തെ ഐഡിയലായിരിക്കും? എയിലെ ഐഡിയലായിരിക്കും. കാരണം എഫ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ബിന്ന് എയിലേക്ക് എത്തിയില്ലേ, പിന്നെ എയിലല്ല ഈ ബി എഫ് ഇൻവേഴ്സ് ബി എടുക്കുക. അതുകൊണ്ട് ബിയുടെ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള ഒരു ഐഡിയലായിരിക്കും. ഓക്കെ, ഈ ഡെഫിനേഷനൊക്കെ ഒന്ന് മര്യാദയ്ക്ക് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇതിലുണ്ടാവണ ഒരു ഡൗട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും, ആ ഒരു കാര്യങ്ങളൊക്കെ ശരിയായിക്കോളും. അപ്പൊ ആദ്യത്തെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് എഫ് ഫ്രം എ ടു ബി. ഇനി കോൺട്രാക്ഷൻ എക്സ്റ്റൻഷൻ പറയണെങ്കിൽ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ അവർ എന്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും? ഒരു ഹോം ഓഫീസും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഒരു ഹോം ഓഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺട്രാക്ഷൻ എക്സ്റ്റൻഷനും പറയാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയല്ലേ? എഫ് ഓഫ് എ ജനറേറ്റ് ചെയ്യണ ഐഡിയയിൽ എഫ് ഇൻവേഴ്സ് ബി അങ്ങനെയൊക്കെ അല്ലേ? അതുകൊണ്ട് അപ്പൊ ഇനി എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എക്സ്റ്റൻഷൻ, കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കോൺട്രാക്ഷൻ. ഇനി എ ഇ സി എന്ന് പറഞ്ഞാൽ എന്താ? എ ഇ സി, എ എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ. ബി സി ഇ എന്ന് പറയാലോ, ബി കോൺട്രാക്ഷൻ എക്സ്റ്റൻഷൻ. അപ്പൊ ഇനി എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ അതിന് എടുത്തു പറയേണ്ടത് ഇനി സിഇ, ഇ സി ഇ അങ്ങനെയൊക്കെ ആയിരിക്കും പറയാ. ഓക്കെ, അപ്പൊ ആദ്യം എഫ് ഫ്രം എ ടു ബി ബി ആർ ഇൻ ഹോമോമോർഫിസം ആൻഡ് എ ഈസ് ആൻ ഐഡിയൽ ഓഫ് എ ആൻഡ് ബി ഈസ് ആൻ ഐഡിയൽ ഓഫ് ബി. ദെൻ a subset of a extension contraction and b is contained in b contains b contraction extension, അതായത് BCE. ഇനി അടുത്തത് ബി കോൺട്രാക്ഷൻ ഈക്വൽ ടു. ഇവിടെ നേരത്തെ മുകളിൽ രണ്ടും സബ്സെറ്റ് ആണെങ്കിൽ ഇവിടെ എന്താ? ഈക്വൽ ടു ആയി. അത് ബി കോൺട്രാക്ഷൻ ഈക്വൽ ടു ബി കോൺട്രാക്ഷൻ എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ, അതായത് BCEC. അടുത്തത് എ എക്സ്റ്റൻഷൻ ഈക്വൽ ടു AECE, അതായത് എ എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ എക്സ്റ്റൻഷൻ. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മാറിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളാ. പക്ഷെ ഈ പ്രൂഫിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പ്രൂഫിന്റെ ഓരോ സ്റ്റെപ്പും കണക്റ്റഡാ. അതായത് ഇത് വെച്ചിട്ടായിരിക്കും അടുത്ത്, അതായത് ഈ മുകളിൽ കിടക്കുന്ന രണ്ടെണ്ണം വെച്ചിട്ടാണ് ഈ അടിയിൽ കിടക്കുന്ന രണ്ടെണ്ണം പ്രൂവ് ചെയ്യുക. ഈ രണ്ടും യൂസ് ചെയ്തിട്ടാണ് ഏത് കിട്ടുക? ഈ അടിയിലത്തെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുക. അപ്പൊ ഇതെല്ലാനും ഒരുമിച്ച് തന്നെ പഠിക്കേണ്ടി, അല്ലാണ്ട് ഇതിലെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ട് പഠിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഇഫ് സി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ കോൺട്രാക്റ്റഡ് ഐഡിയൽസ് ആൻഡ് ഇ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ്റ്റെൻഡഡ് ഐഡിയൽസ്. അത് സി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കോൺട്രാക്റ്റഡ് ഐഡിയലിന്റെയും കളക്ഷൻ. ഇ എന്ന് പറഞ്ഞാലോ എല്ലാ എക്സ്റ്റെൻഡഡ് ഐഡിയൽസിന്റെയും കളക്ഷൻ. ഈ കളക്ഷൻ എന്തിനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറയണേ? അതായത് സി എന്ന് പറഞ്ഞാൽ, അതായത് കോൺട്രാക്റ്റഡ് ഐഡിയലിന്റെ കളക്ഷൻ മൊത്തം എടുത്താൽ നമുക്ക് എങ്ങനെ കിട്ടുക? സെറ്റ് ഓഫ് ഓൾ ഐഡിയൽസ് എ സച്ച് ദാറ്റ് എ എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ ഈക്വൽ ടു എ ആയിട്ടുള്ള എലമെന്റ്സിന്റെ അതായത് എ എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ ചെയ്തപ്പോ എ തന്നെ കിട്ടി. അങ്ങനെയുള്ള എകളുടെ കളക്ഷനാണ് ഏതിൽ എടുക്കുക? സി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഇ എന്ന് പറയുന്ന സെറ്റ് എന്താ? ബി സച്ച് ദാറ്റ് ബി കോൺട്രാക്ഷൻ എക്സ്റ്റൻഷൻ ഈക്വൽ ടു ബി കിട്ടണം. അങ്ങനത്തെ ബികളുടെ കളക്ഷനാണ് ഏതിൽ എടുക്കുക?
ഇ എന്ന് പറയുന്ന സെറ്റിൽ എടുക്കുക. അതായത് എക്സ്റ്റൻഡഡ് ഐഡിയൽസ് മൊത്തം ഈ മോഡലിലായിരിക്കും എന്നാണ് പറയണത്. എക്സ്റ്റൻഡഡ് ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ ഏത് മോഡലിൽ എടുക്കുക? ബി സി ഈക്വൽ ടു ബി ആയിട്ടുള്ള ബികളായിരിക്കും. അതുപോലെ കോൺട്രാക്റ്റഡ് ഐഡിയൽസ് മൊത്തം ഏത് മോഡലിൽ എടുക്കുക? എ സച്ച് ആയിട്ട് എ ഇ സി ഈക്വൽ ടു എ ആയിട്ടുള്ള ഐഡിയൽസും ആയിരിക്കും. ഓക്കെ, ആ അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് അതിന്റെ അടിയിൽ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അതായത് എഇന്ന് എ ടു എ ഇ എന്ന് പറയുന്ന ഒരു മാപ്പ്, അതായത് എ ടു എ ഇ എന്ന് പറയുന്ന മാപ്പ് സിന്ന് ഇയിലേക്കുള്ള ഒരു ബൈജക്ഷൻ ആയിരിക്കും എന്ന് കാണിക്കണം. അതായത് നമ്മ ഈ മാപ്പിന് വേണമെങ്കിൽ ഫൈ നോക്കി പറഞ്ഞു ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് എനെ എന്ത്, അതായത് എനെ എക്സ്റ്റൻഷനിലേക്ക് മാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഫൈ ഓഫ് എ ഈക്വൽ ടു എ ഇ ആവണ ഒരു മാപ്പ് ഉണ്ട്. ആ ഫൈ എന്ന് പറയുന്നത് എന്താന്ന് കാണിക്കണം? 1 1 on 2 എന്ന് കാണിക്കണം. അതുള്ള ബൈജക്ഷൻ. ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ട് വേണം? ഇന്ന് സിയിലേക്ക് വേണം. അതെങ്ങനെ മാപ്പ് ചെയ്യാ? ബിനെ ബി കോൺട്രാക്ഷനിലേക്ക് മാപ്പ് ചെയ്യും. കണ്ട, എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ. അത് നമുക്ക് എപ്പോഴും അങ്ങോട്ട് തെറ്റിപ്പോകാണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോളൂ. ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഈ ബി എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ എപ്പോഴും. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൂഫിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ പ്രൂവ് ചെയ്യണത്? എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എ സബ്ജക്റ്റ് ഓഫ് എ എക്സ്റ്റൻഷൻ കോൺട്രാക്ഷനാണ്. ഇതാണ് പ്രൂവ് ചെയ്യാൻ പോണത്. അപ്പൊ എഫ് ഓഫ് എ എപ്പോഴും ഏതിലെടുക്കും? അതായത് ഇപ്പൊ ഒരു എലമെന്റ് എക്സ് എടുത്തു, അല്ലെങ്കിൽ ഒരു സെറ്റ് എടുത്തു, ഇ എന്ന് പറയുന്ന സെറ്റ് എടുത്തു. ആ സെറ്റ് എപ്പോഴും ഏതിനുള്ളിൽ കിടക്കും? ഈ ജനറേറ്റ് ചെയ്യണ ഐഡിയലിന്റെ ഉള്ളിൽ എപ്പോഴും എന്ത് കിടക്കുന്നുണ്ടാവും? ഈ കിടക്കുന്നുണ്ടാവും. കാരണം ഈയുടെ എലമെന്റ്സ് വെച്ച് ജനറേറ്റ് ചെയ്തു. അപ്പൊ ഈയുടെ എലമെന്റ്സ് എന്തായാലും ഉള്ളിൽ വേണം. അത് കൂടാണ്ട് വേറെ കുറെ എലമെന്റ്സും. അങ്ങനെയാണ് അതിന്റെ മോഡൽ എടുക്കുക. അപ്പൊ നമുക്ക് എഫ് ഓഫ് എ എപ്പോഴും ഇതിന്റെ സബ്സെറ്റ് ആയിരിക്കും? എഫ് ഓഫ് എ ജനറേറ്റ് ചെയ്യണ ഐഡിയൽ അതാണ് ഇത്. അതല്ല നമ്മുടെ എ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എ ജനറേറ്റ് ചെയ്യണ ഐഡിയൽ അതാണ് എ എക്സ്റ്റൻഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എ ഏതിലുണ്ടെന്ന് കിട്ടി? എ എക്സ്റ്റൻഷന്റെ ഉള്ളിലുണ്ടെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എ എക്സ്റ്റൻഷന്റെ ഉള്ളിലുണ്ടെന്ന് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എഫ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? എഫിന്, അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ്, അതായത് എ തന്നെയാവും അവിടെ. എഫ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്ത് എന്ത് വരും? ഇവിടെ എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എ എക്സ്റ്റൻഷൻ വരും അല്ലെ? നമുക്ക് ഇത് കിട്ടും. അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് എ എക്സ്റ്റൻഷൻ, നമ്മ എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്തായിരുന്നു? ബിയുടെ കോൺട്രാക്ഷൻ അല്ലേ? അപ്പൊ ഇവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് എ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എ എക്സ്റ്റൻഷന്റെ കോൺട്രാക്ഷൻ, അതായത് എ ഇ സി. അതിനോട് എഴുതി വെച്ചാണ് എന്ത്? അത് നമുക്ക് അങ്ങനെ തന്നെ നമ്മ കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്, പക്ഷെ പെട്ടെന്ന് മറന്നും പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും പോവും. എന്തുകൊണ്ട് ഇവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് ഒരു എലമെന്റ്, ഒരു ഐഡിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? അതിന്റെ ആ ഐഡിയലിന്റെ കോൺട്രാക്ഷൻ. അതുകൊണ്ടാണ് എ എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ സബ്സെറ്റ് ഓഫ് എ എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിൽ ആദ്യത്തെ അത് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ബി കണ്ടെയ്ൻസ് ബി കോൺട്രാക്ഷൻ എക്സ്റ്റൻഷൻ എന്ന് കാണിക്കണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിട്ട് ആദ്യം തന്നെ എന്തെടുത്തു? എഫ് ഇൻവേഴ്സ്. ഈ ഒരു ഇതൊന്ന് നോക്കിയോളൂ. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഒരു സബ്സെറ്റ് ഇ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും സബ്സെറ്റ് ഓഫ് ഇ ആയിരിക്കും. ഒരിക്കലും ഈ എഫ് ഇൻവേഴ്സ് എഫും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവിടെ ഇ ആയിരിക്കും. അപ്പൊ രണ്ട് ഈക്വൽ ആയിരിക്കില്ല എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഈക്വൽ ആയിരിക്കണമെങ്കിൽ എഫ് എന്തായിരിക്കണം? 1 1 on 2 ആയിരിക്കണം. ഇവിടെ വെറുതെ ഹോം ഓഫീസ് ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഒരിക്കലും എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഈക്വൽ ടു ചെയ്യാന്ന് വിചാരിക്കരുത്. അത് ഒരു സബ്സെറ്റ് ആയിരിക്കും. ഈക്വൽ ആവാം. ഈക്വൽ ആവണ കേസ് എന്ന് പറഞ്ഞാൽ 1 1 on 2 ആവുമ്പോഴാണ്. ഓക്കെ, 1 1 on 2 മാത്രമല്ല, ഓൺ 2 ആണ് കേസിൽ മാത്രം, അല്ലെങ്കിൽ 1 1 ആവണ കേസിൽ മാത്രമാണ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫും എഫ് ഇൻവേഴ്സ് ഒക്കെ ഈക്വൽ ആവണത്. ഓക്കെ, അപ്പൊ നമ്മ ഇതെന്ന് പറയുന്നത് പ്യുവർ ഓൾജിബ്രയിലുള്ള ഒരു റിസൾട്ടാ. അത് എങ്ങനെയാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബിയുടെ കോൺട്രാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എഫ് ഇൻവേഴ്സ് ബിക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എഫ് ഓഫ് ബി കോൺട്രാക്ഷൻ, അത് സബ്സെറ്റ് ഓഫ് ബി ആന്ന് കിട്ടി. ഇനി എഫ് ഓഫ് ബി കോൺട്രാക്ഷൻ സബ്സെറ്റ് ഓഫ് ബി ആന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ഐഡിയലിന്റെ ഉള്ളിൽ ഒരു എലമെന്റ് ഉണ്ട് എന്ന്, അതായത് ഒരു സെറ്റ്
അതായത് ഒരു സെറ്റ് ഇ എന്ന് പറയുന്നത് എയിലുണ്ടെങ്കിൽ ആ ഈ സെറ്റിനെ ജനറേറ്റ് ചെയ്യണ ഐഡിയയിൽ മെയിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കും, എയുടെ ഉള്ളിൽ തന്നെ എടുക്കും. കാരണം അത് ആ സെറ്റിന്റെ ഐഡിയൽ ആണല്ലോ. ഐഡിയൽ ആയതുകാരം കൊണ്ട് ഇപ്പൊ ഞാൻ പറയാം, ഈ സബ്സെറ്റ് ഓഫ് എ തന്നെയാണ്. അതായത് ഈനെ ജനറേറ്റ് ചെയ്യുന്ന എലമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈലൊരു എലമെന്റ് എക്സ് ഇൻറ്റു ഈലെ എലമെന്റ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ സബ്സെറ്റ് ഓഫ് എ തന്നെ ഈ എക്സ് എന്ന് പറഞ്ഞാൽ എവിടെ തന്നെ എടുക്കും, എ ഇൻറ്റു ഒരു എക്സ് അവിടെ തന്നെ എടുക്കും, എ തന്നെ എടുക്കും. കാരണം എ ഐഡിയല, ഐഡിയന്റെ ഡെഫിനേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എവിടെ ഉണ്ടെന്ന് കിട്ടി, സോറി എഫ് ഓഫ് എ അല്ല, എഫ് ഓഫ് ബി കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെന്ന് കിട്ടി, ബിയിലുണ്ടെന്ന് കിട്ടി. അതുകൊണ്ട് എഫ് ഓഫ് ബി കോൺട്രാക്ഷൻ ജനറേറ്റ് ചെയ്യണ ഐഡിയൽ എവിടെ തന്നെ ഉണ്ടാവും, ബിയിൽ തന്നെ ഉണ്ടാവും. അതാണ് ആ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചാണ്. ഇനി എഫ് ഓഫ് എ ജനറേറ്റ് ചെയ്യണ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എയുടെ എക്സ്റ്റൻഷനാണ്. അപ്പൊ എഫ് ഓഫ് ബി കോൺട്രാക്ഷൻ ജനറേറ്റ് ചെയ്യണത് പറഞ്ഞാൽ എന്താ, ബി കോൺട്രാക്ഷന്റെ എക്സ്റ്റൻഷൻ, അതായത് ബി സിഇ. അപ്പൊ ബി സിഇ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞ് കിട്ടി. അതല്ലാതെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി സി സബ്സെറ്റ് ഓഫ് ബി അല്ലെങ്കിൽ ബി കണ്ടെയ്ൻസ് സോറി തിരിച്ചാണ്, ബി കണ്ടെയ്ൻസ് ബി സി എന്ന് പറഞ്ഞു കിട്ടും. മുകളിൽ എഴുതിയ പോലെ അല്ല, അടിയിൽ നേരെ തിരിച്ചെഴുതിയിട്ടാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടും നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഈക്വൽറ്റി ആവണ ഭാഗം. ഈക്വൽറ്റി ആവണത് ഏതാ, ബി ഈക്വൽറ്റി ആവണത് പറഞ്ഞാൽ എപ്പോഴാ, മൂന്നെണ്ണം പറഞ്ഞ ബി സി ഇ സി, അതായത് ബി സി ഇ സി, അത് മുകളിൽ മൂന്നെണ്ണയ്ക്ക് വരുമ്പോഴാണ് നമുക്ക് എന്ത് ഈക്വൽറ്റി തന്നിട്ടുള്ളൂ. രണ്ടെണ്ണം വരുമ്പോൾ ഈക്വൽ ആവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പ്രൂവ് ചെയ്ത ഭാഗത്തു നിന്ന് നമ്മൾ തുടങ്ങുന്നത് എന്തായിരിക്കും, ബി സി സബ്സെറ്റ് ഓഫ് ബി തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതിൽ നിന്ന് എങ്ങനെ തുടങ്ങാം, ബി സി സബ്സെറ്റ് ഓഫ് ബി ആണ്. അതുകൊണ്ട് ബി സി ഇ അതിന്റെ ഓൾ കോൺട്രാക്ഷൻ സബ്സെറ്റ് ഓഫ് ബി കോൺട്രാക്ഷൻ ആയിരിക്കില്ലേ. നമ്മൾ രണ്ട് സൈഡിലും കോൺട്രാക്ഷൻ യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ബി സി ഇ സി സബ്സെറ്റ് ഓഫ് ബി കോൺട്രാക്ഷൻ എന്ന് കിട്ടി അല്ലെ. ഇനി അടുത്തത് എന്താന്ന് എടുക്കുക, എ സബ്സെറ്റ് ഓഫ് എ ഇ സി അല്ലേ. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയേ, ഈ സാധനം തൊട്ട് മുകളിൽ നിന്ന് ഈ സ്റ്റേറ്റ്മെന്റ് ഈ പ്രൂഫിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയേ, എ സബ്സെറ്റ് ഓഫ് എ ഇ സി എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇനി എക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്ക് പകരം അതായത് എ സബ്സെറ്റ് ഓഫ് എ ഇ സി, അതിൽ എക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബി സി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എക്ക് പകരം ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാ ബി സി സബ്സെറ്റ് ഓഫ് ബി സി ഓൾ റേസ്റ്റ് അല്ല ഇ സി, ബി സിയുടെ മുകളിൽ ഇ സി, അതായത് ഇ സി അങ്ങനെ തന്നെ വരില്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ബി സി സബ്സെറ്റ് ഓഫ് ബി സി ഇ സി. ഇതിന്റെ നേരെ തല തിരിച്ചുള്ള സബ്സെറ്റ്, തല തിരിച്ചുള്ള ഭാഗം നമുക്ക് എവിടെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കൂടുമ്പോ എന്തായി, അത് രണ്ട് ഈക്വല്, അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി, അത് ഈക്വല്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലെ ആദ്യത്തെ ഈക്വാലിറ്റി നമുക്ക് പ്രൂവ് ചെയ്തു. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ ഈക്വാലിറ്റി, എ സബ്സെറ്റ് ഓഫ് എ സി അല്ലേ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടിയത്. അതിനർത്ഥം എന്താ, എ എക്സ്റ്റൻഷൻ സബ്സെറ്റ് ഓഫ് എ ഇ സി, മുകളിലൊരു സിയും കൂടി വരും, മുകളിലൊരു ഇയും കൂടി വരുമ്പോൾ എന്ത് വരും, ഇ വരും. ഓക്കെ, അപ്പൊ എ സബ്സെറ്റ് ഓഫ് എ ഇ സി ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി അതിൽ നിന്ന് എന്ത് പ്രൂവ് ചെയ്യണം, ഇനി അത് തല തിരിച്ചുള്ളത് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, ആ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ രണ്ടാമത്തെ ഭാഗം എടുത്തു. ബി സി സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ട്, ബി സി സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ബിക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എ ഇ, അതായത് എയുടെ എക്സ്റ്റൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതപ്പോ എ ഇ ബിക്ക് വരെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ ബി മാത്രമേ മാറുള്ളൂ, മോളി കിടക്കുന്നതൊക്കെ അങ്ങനെ തന്നെ. സബ്സെറ്റ് ഓഫ് എ ഇ എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് എന്ത് കിട്ടി, എ ഇ സി ഇ സബ്സെറ്റ് ഓഫ് എ ഇ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ തല തിരിച്ചുള്ള ഭാഗം കൂടി കിട്ടിയില്ലേ. അതുകൊണ്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് നമുക്ക് കിട്ടി. അതിനർത്ഥം എന്താ, എ ഇ ഈക്വൽ ടു എ ഇ സി ഇ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ഭാഗം കഴിഞ്ഞു. ഇതാണ് ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഭാഗം. ഇനി അടുത്ത ഭാഗം നമ്മൊന്ന് ആലോചിക്കുക. അതായത് ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് പാട്ടും, അപ്പൊ ആദ്യത്തെ പ്രൂവ് ചെയ്യാൻ നമുക്ക് വേറെ ഒന്നും വേണ്ടി വന്നില്ല, ഡെഫിനിഷൻ വെച്ച് പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യത്തെ വേണ്ടി വന്നു. ഇനി മൂന്നാമത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെയും രണ്ടാമത്തെയും വേണം. അപ്പൊ നമ്മൾ കൂടുതൽ പാടുകളിലേക്കാണ് പോണത്. ഓക്കെ, അപ്പൊ എ ബിലോങ്സ് ടു സി എടുത്തു. ഇനി നമുക്ക് എന്താണ് എഴുതാം, സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഐഡിയൽ സച്ച് ദാറ്റ്, ഏത് മോഡലിലാണെന്ന് കാണിക്കണം, സിയിലുള്ള എല്ലാനും എ ഇ സി ഈക്വൽ ടു എയും എ ആന്നുള്ള മോഡലിലാന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എ ഇ സി ഈക്വൽ ടു എ ആയിട്ടുള്ള എകളുടെ കളക്ഷനാണ് സിയിൽ നിന്ന് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആദ്യം തന്നെ സിയിലുള്ള ഒരു എലമെന്റ് എ എടുത്തു. ഇനി അതിന് ആ എലമെന്റിന്റെ എ ഇ സി എന്താന്ന് കാണിക്കണം, എ ആന്ന് കാണിക്കണം. സിയിൽ ഏത് എലമെന്റ് എടുത്താലും ആ മോഡലാന്ന് കാണിക്കണ്ടേ. അപ്പൊ നമ്മ അതാണ് ഇതിൽ ചെയ്യണത്.
ആ എ ഈസ് സിയിലെ എലമെന്റ്സ് ഓഫ് ദ കോൺട്രാക്റ്റഡ് ഐഡിയൽ ആയത് കാരണം എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഐഡിയലിന്റെ കോൺട്രാക്ഷൻ ആയിരിക്കും. അപ്പൊ ബി എന്ന് പറയുന്ന ഐഡിയലിന്റെ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞ് എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യണേ, എ ഇ സി എന്ന് പറഞ്ഞിട്ട് ബി കോൺട്രാക്ഷൻ ഇ സി, അതായത് ബി സി ഇ സി അല്ലേ. ബി സി ഇ സി എന്ന് പറഞ്ഞാൽ എന്താ, ബി സി ഇ സി നമ്മൾ തൊട്ട് മുന്നത്തെ പ്രൂഫ് വെച്ചിട്ട് എന്താ കിട്ടുക, ബി സി ഇ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി തന്നെയാന്ന് കിട്ടും. തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മതി. അതായത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈക്വാലിറ്റി പ്രൂവ് ചെയ്തില്ലേ, അതിൽ ബി സി ഇ സി എന്ന് പറഞ്ഞാൽ എന്താ, ബി സി തന്നെയാന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ വരി വരെ കുഴപ്പമില്ലല്ലോ, അതായത് ഈ വരി വരെ നമുക്ക് കുഴപ്പമില്ല, കാരണം ബി സി ഇ സി എന്ന് പറഞ്ഞാൽ ബി സി എന്ന് കിട്ടി. അപ്പൊ എ സി ഇ അല്ല എ ഇ സി എന്താന്ന് പറഞ്ഞ് കിട്ടി, എ തന്നെയാന്ന് പറഞ്ഞ് കിട്ടി അല്ലേ. നമുക്ക് കാരണം നമ്മ ബി സി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് ചൂസ് ചെയ്യണേ, എ ആയിട്ട്, അതായത് എനെയാണ് നമ്മൾ ബി സി എന്ന് ചൂസ് ചെയ്തിരുന്നത്. നമുക്ക് എന്ത് കിട്ടി, എ ഇ സി ഈക്വൽ ടു എ ആന്ന് കിട്ടി. അത് ആ മോഡലിലോ, അതായത് സിയിലൊരു ഐഡിയയിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഈ മോഡലാന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ. അപ്പൊ ഈ സി എന്ന് പറയുന്നതും നമ്മുടെ സെറ്റും നമ്മുടെ പ്രൂഫിൽ തീരത്തിൽ നടന്ന സെറ്റും ഈക്വലേ. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇയിലും കൂടി ചെയ്തു. അതായത് ഇ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടല്ലോ, ആ ഇ എന്ന് പറയുന്ന സെറ്റും കൂടി നമ്മൾ എടുക്കണം. ഇ എന്ന് പറയുന്ന സെറ്റ് എന്തിനോട് ഈക്വൽ എന്ന് കാണിക്കണം, ബി സി ഈക്വൽ ടു ബി എന്നുള്ള മോഡലാന്ന് കാണിക്കണം. അപ്പൊ അതിന് നമുക്ക് ആദ്യത്തെ നമ്മുടെ കഴിഞ്ഞു. ഇനി ബി ബിലോങ്സ് ടു ഇ എടുത്തു. ഇ എന്ന് പറഞ്ഞത് എങ്ങനത്തെ ഐഡിയൽസ്, എക്സ്റ്റൻഡഡ് ഐഡിയൽസാ. അപ്പൊ ബി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഐഡിയലിന്റെ എക്സ്റ്റൻഷൻ ആയിരിക്കും, അപ്പൊ എയുടെ എക്സ്റ്റൻഷൻ ആണെന്ന് പറഞ്ഞെടുത്തു. ഇനി രണ്ട് സൈഡിൽ സി കൊടുത്ത എന്ത് വരും, ബി സി ഈക്വൽ ടു എ ഇ സി ഇ. ഇനി എ ഇ സി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മുന്നത്തെ പ്രൂഫ് വെച്ചിട്ട് എ ഇ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ബി സി ഈക്വൽ ടു എ ഇ. എ ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ചൂസ് ചെയ്യുന്നത് ഏതാ, ബി ആണ്. അപ്പൊ ബി സി ഇ ഈക്വൽ ടു ബി ആന്ന് കിട്ടി. ആ മോഡലിലാന്നല്ല നമ്മൾ കാണിക്കേണ്ടത് ഈ എലമെന്റ്സ്, ബി സി ഈക്വൽ ടു ബി. അപ്പൊ ഇ എന്ന് പറയുന്ന സെറ്റും നമ്മൾ ഡിഫൈൻ ചെയ്തത്, അതായത് ബി സി ഈക്വൽ ടു ബി ആണ് മോഡലുള്ള സെറ്റ് എന്തായി, ഈക്വലായി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ബി ഇത് രണ്ടും ഈക്വലാന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ, അതിന്റെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നോക്കിയാൽ മതി. ജസ്റ്റ് ഇയും സിയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണം മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു സൈഡ് മാത്രമേ പറഞ്ഞുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് തിരിച്ചുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മുകളിൽ ഇ കൊടുക്കുക സി കൊടുക്കുക, തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത രണ്ട് ആ സ്റ്റേറ്റ്മെന്റ് മതി ഇത് മൊത്തം ചെയ്യാനായിട്ട്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഫൈ ഫ്രം സി ടു ഇ ബി ഡിഫൈൻഡ്. അതായത് നമുക്കൊരു ആ എനെ എ എക്സ്റ്റൻഷനിലേക്ക് മാപ്പ് ചെയ്യണ ഒരു മാപ്പ് 1 1 അതായത് ബൈജക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. അപ്പൊ നമ്മൾ ആ മാപ്പിന് ഫൈ എന്ന് പറഞ്ഞ് വിളിച്ചു. ഫൈ എന്താ, സി നീലേക്കുള്ള ഒരു മാപ്പാണ്. ഫൈ ഓഫ് ഒരു എ എന്ന് പറഞ്ഞാൽ സിയിലെ എലമെന്റ് ആയതുകൊണ്ട് അത് എന്ത് ഐഡിയല, കോൺട്രാക്റ്റഡ് ഐഡിയലാണ്. അത് ഈക്വൽ ടു എന്താന്ന് കാണിക്കും, എ എക്സ്റ്റൻഷൻ ആണെന്ന് കാണിക്കും. അപ്പൊ ഫൈ ഈസ് 1 1 എന്നാണ് ആദ്യം പ്രൂവ് ചെയ്യണേ. അതിനാദ്യം എന്താ 1 1 ആണെന്ന് ഇങ്ങനെ പ്രൂവ് ചെയ്യുക, ഒരു എഫ് 1 1 ആണെന്ന് ഇങ്ങനെ പ്രൂവ് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എടുത്തു കഴിഞ്ഞാൽ എന്താന്ന് കാണിക്കണം, എക്സ് ഈക്വൽ ടു വൈ എന്ന് കാണിക്കണം. അതുപോലെയാണ് ഇവിടെ പ്രൂവ് ചെയ്തത്. അതായത് ഫൈ ഓഫ് A1 ഈക്വൽ ടു ഫൈ ഓഫ് A2 എന്ന് എടുത്തിട്ട് A1 ഈക്വൽ ടു A2 എന്ന് പ്രൂവ് ചെയ്താനെ. അതിനാദ്യം നമ്മൾ A1 A2 എന്ന് പറയുന്നത് സിയിലെ രണ്ട് എലമെന്റ് എടുത്തു. A1 A2 സിയിലെ എലമെന്റ് ഏതായിരുന്നു, A1 EC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, A1 ആയിരിക്കും. കാരണം നമ്മുടെ സെറ്റിനോട് ഈക്വൽ ആണ്. നമ്മൾ സിയിലെ എലമെന്റ്സ് മൊത്തം എങ്ങനെയാണ്, ഏത് മോഡലിൽ എടുക്കുക, AEC ഈക്വൽ ടു A എന്ന് പറയുന്ന മോഡലിൽ എടുക്കുക. അതുകൊണ്ട് A1 EC എന്തായിരിക്കും, A1 ആയിരിക്കും. A2 EC എന്ത് തന്നെയായിരിക്കും, A2 തന്നെയായിരിക്കും. കാരണം സി എലമെന്റ്സിന്റെ മോഡൽ അതാണ് നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ഫൈ ഓഫ് A1 ഈക്വൽ ടു ഫൈ ഓഫ് A2 എന്ന് എടുത്തു. ഫൈ ഓഫ് A1 എന്താ, ഫൈ എങ്ങനെ ചൂസ് ചെയ്തേ, എനെ എക്സ്റ്റൻഷനിലേക്ക് മാപ്പ് ചെയ്യും. ഫൈ ഓഫ് A1 എന്തായിരിക്കും, A1 എക്സ്റ്റൻഷൻ ആയിരിക്കും. അതുപോലെ ഫൈ ഓഫ് A2 എന്തായിരിക്കും, A2 എക്സ്റ്റൻഷൻ ആയിരിക്കും. ഇനി നമ്മൾ രണ്ട് സൈഡിലും കോൺട്രാക്ഷൻ എടുത്തു. അതായത് A1 എക്സ്റ്റൻഷനും A2 എക്സ്റ്റൻഷനും കോൺട്രാക്ഷൻ എടുത്ത എന്താ, A1 EC ഈക്വൽ ടു A2 EC എന്ന് കിട്ടും. ഇനി A1 EC എന്ന് പറഞ്ഞാൽ എന്താ, A1 തന്നെയാ. കാരണം ഈ സെറ്റ് കണ്ട, A1 EC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 തന്നെയാ, A2 EC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2 തന്നെയാ. അതുകൊണ്ട് A1 EC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 ആന്ന് കിട്ടും. അതായത് A1 EC അതിന് A1 ഉം A2 EC ക്ക് വരെ A2 സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടാം, A1 ഈക്വൽ ടു A2 എന്ന് കിട്ടി. ഫൈ ഓഫ് A1 ഈക്വൽ ടു ഫൈ ഓഫ് A2 എന്ന് എടുത്തു കഴിഞ്ഞാൽ A1 ഈക്വൽ ടു A2 എന്ന് പറഞ്ഞ് കിട്ടി. അതിനർത്ഥം എന്താ, ഫൈ ഈസ് 1 1. ഓക്കെ, ഇനി അടുത്ത് ഫൈ ഈസ് ഓൺ ടു എന്ന് കാണിക്കണം. ഓൺ ടു എന്ന് എങ്ങനെയാ നമ്മൾ പ്രൂവ് ചെയ്യുക, ഫൈ ഫ്രം സി ടു ഇ അല്ലേ. അപ്പൊ ഇയിലെ ഒരു എലമെന്റ് ബി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്രീ ഇമേജ് എവിടെ ഉണ്ടെന്ന് കാണിക്കണം,
സിയിൽ ഉണ്ടെന്ന് കാണിക്കണം. ആ പ്രീ ഇമേജിന് ഏതെങ്ങനെ പറഞ്ഞ് ചൂസ് ചെയ്യുക, എങ്ങനെയെങ്കിലും ചൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് കാണിക്കണം, ഫൈവ് ഓഫ് എ ഈക്വൽ ടു ബി ആയി എന്ന് പറഞ്ഞ് കാണിക്കണം. വേറെ ഒന്നുമില്ല, എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ട് കാണിക്കുക. അതായത് ഇതിലൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രീ ഇമേജ് ഉണ്ട് കാണിക്കുക. അപ്പൊ നമ്മളിവിടെ എന്തെടുത്തു, ഈലൊരു എലമെന്റ് ബി എടുത്തു. അപ്പൊ ഈല എലമെന്റ്സിന്റെ മോഡൽ എങ്ങനെയായിരിക്കും, നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത് വെച്ച എന്ത് പ്രകാരം ബി ഈക്വൽ ടു എങ്ങനെയായിരിക്കും, ബി സി ആയിരിക്കും തൊട്ട് മുന്നത്തെ ആ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മ ഇനി എങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പ്രീ ഇമേജ് ചൂസ് ചെയ്യണമല്ലോ, ഈ ബിക്ക് ഒരു പ്രീ ഇമേജ് ചൂസ് ചെയ്യണം. ആ പ്രീ ഇമേജ് ആയിട്ട് ബി കോൺട്രാക്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യണത്. അതായത് ബി കോൺട്രാക്ഷൻ ആണ് ഇതിന്റെ പ്രീ ഇമേജ്, ബിയുടെ പ്രീ ഇമേജ്. ഈ ബി കോൺട്രാക്ഷൻ നമ്മൾ എന്ത് വിളിച്ചു, എ എന്ന് പറഞ്ഞു വിളിച്ചു. എന്നിട്ട് നമുക്ക് ഫൈവ് ഓഫ് എ ഈക്വൽ ടു എന്താന്ന് കാണിക്കണം, ബി ആന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം ചെയ്ത് നോക്കി ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനി നമുക്ക് എന്ത് കാണിക്കണം, ഫൈവ് ഓഫ് എ ഈക്വൽ ടു ബി ആന്ന് കാണിക്കണം. ഫൈവ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്നിട്ടാ നമ്മുടെ ഡെഫിനേഷൻ വഴി, ഡെഫിനേഷൻ പ്രകാരം ഫൈവ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്നിട്ടാ, ഫൈവ് ഓഫ് എ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് എന്താ, എ എക്സ്റ്റൻഷനിലേക്കല്ല മാപ്പ് ചെയ്യാം. ഫൈവ് ഓഫ് എ എന്ന് പറഞ്ഞത് എ എക്സ്റ്റൻഷനായി. എ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എ നമ്മ ബി കോൺട്രാക്ഷൻ അല്ലേ. അപ്പൊ എ എന്ന് പറയുന്നത് ബി കോൺട്രാക്ഷനാ. അപ്പൊ എയുടെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ബിയുടെ കോൺട്രാക്ഷൻ എക്സ്റ്റൻഷൻ. പക്ഷെ ബി സി എന്താന്ന് നിങ്ങൾക്ക് അറിയാം, ബി ആന്നറിയാം. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, ഫൈവ് ഓഫ് എ ഈക്വൽ ടു, ഇങ്ങനെ പോയി നമുക്ക് എന്ത് കിട്ടി, ഫൈവ് ഓഫ് എ ഈക്വൽ ടു ബി ആയെന്ന് കിട്ടി. അതായത് ബി എടുത്തിട്ട് നമ്മൾ തുടങ്ങിയത്, ബി എടുത്തിട്ട് നമ്മ എയിലേക്കാണ് എത്തിയത്. അതിനർത്ഥം ബിയുടെ പ്രീമേജ് ആണ് എ നമ്മൾ ചൂസ് ചെയ്തു, അതിന്റെ ഇമേജ് ബി ആന്ന് തന്നെ കാണിച്ചു. അതിനർത്ഥം എന്താ, എല്ലാ ബികളും, ഈയിലുള്ള എല്ലാ ബികൾക്കും എന്തുണ്ടെന്ന് കിട്ടി, പ്രീ ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഇത്രയും പ്രൂഫുകൾ ഇതിൽ പഠിച്ചു വെച്ചാൽ മതി. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ജസ്റ്റ് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാ. ഇതിൽ പ്രൂഫ് ഇല്ല, പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. അങ്ങനെ എക്സാമിന് അധികം ചോദിക്കാറില്ല. ഇനി അടുത്തത് രണ്ട് പ്രോബ്ലം, അതായത് ടെസ്റ്റിൽ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. ഇതില് ഇതിൽ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ബോളിയൻ റിങ്ങിന്റെ മോഡല്. ബോളിയൻ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. അതായത് ഒരു റിങ്ങിന്റെ ബി എന്ന് പറയുന്ന റിങ്ങിനെ ബൂളിയൻ റിംഗ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ബിയിലെ ഓപ്പറേഷൻ സ്റ്റാർ ആന്നിരിക്കട്ടെ, സ്റ്റാർ വേണ്ട, ബി പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ രണ്ട് ഓപ്പറേഷൻ, ഒരെണ്ണം പ്ലസും ഒരെണ്ണം ഈ ക്രോസ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത്, എ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 0 ആയിരിക്കണം. അത് രണ്ട് ടൈം ഓപ്പറേറ്റ് ചെയ്ത് എന്ത് കിട്ടണം, ഐഡന്റിറ്റി കിട്ടണം ഏത് എലമെന്റിനും. അതിന് നമ്മൾ ബൂളിയൻ റിംഗ് എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ ഇതിലെ ഈ പി ഡി എഫ് ഇനി നമുക്ക് അടുത്ത പി ഡി എഫിക്ക് പോവാം. നമ്മ പുതിയ ചാപ്റ്ററിലേക്ക് പോണ്. അത് ഇത്ര നേരം നമ്മ റിങ്സ് ഇതൊക്കെ നമ്മ മുന്നിൽ പഠിച്ചാണ് കാര്യങ്ങളെ നമ്മ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പറഞ്ഞ പുതിയൊരു ടോപ്പിക് റിങ്സ് എന്ന് പറഞ്ഞാണ് അടുത്ത് പറയാൻ പോണത്. പറഞ്ഞാൽ റിങ്ങിനേക്കാളും വലിയൊരു കൺസെപ്റ്റ് അല്ല, ഈ റിങ്ങിന്റെ ഉള്ളിൽ കിടക്കണ തന്നെ ഒരു കൺസെപ്റ്റ്. അതായത് റിങ്ങിനേക്കാളും കുറച്ചുകൂടി ചെറുതാണ് മോഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോഡ്യൂള് പറയണെങ്കിൽ എപ്പോഴും ഇതിന്റെ ഒപ്പം, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എളുപ്പത്തിൽ പറഞ്ഞു തരണെങ്കിൽ, ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടോ. വെക്ടർ സ്പേസ് എന്താ, ഒരു വി ഓർ എഫ് എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. വി രണ്ട് ഓപ്പറേഷൻ പ്ലസും ഡോട്ടും, വിത്ത് പ്ലസ് അത് അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. പിന്നെ അതിന്റെ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പ്രോപ്പർട്ടി കൂടി പഠിക്കും. ക്ലോസ്ഡ് ആയിരിക്കണം, ഡോട്ട് വി ആയിരിക്കണം, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, അതായത് സി ഇൻറ്റു ഒരു വെക്ടർ എക്സ് എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവണം, വിയിൽ ഉണ്ടാവണം. പിന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെക്ടർ സ്പേസിൽ പഠിച്ചത്. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ നമുക്ക് അവിടെ എന്ത് വേണമായിരുന്നു, ഒരു വി എന്ന് പറയുന്ന സെറ്റും ഒരു ഫീൽഡും വേണമായിരുന്നു അവിടെ വെക്ടർ സ്പേസ് പറയണെങ്കിൽ. ഇവിടെ എന്ത് മതി, എം എന്ന് പറയുന്ന സെറ്റ്, അതാണ് നമ്മുടെ മൊഡ്യൂള്. അവിടുത്തെ ഫീൽഡിനായിട്ട് ഇവിടെ എന്ത് മതി, റിങ് മതി. ഒരു മൊഡ്യൂളും, അതായത് ഒരു എം വിത്ത്
ടുഗദർ വിത്ത് എ റിങ്. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഒരു എ മൊഡ്യൂൾ എന്ന് പറയാ. എമ്മിനെ എന്ത് പറയും, എ മൊഡ്യൂൾ എന്ന് പറയും. നമ്മൾ നേരത്തെ വെക്ടർ സ്പേസിനെ എങ്ങനെ പറയാ, വെക്ടർ സ്പേസ് ഓവർ എഫ് പറയണല്ലോ. ഇവിടെ എന്താ, എമ്മിനെ എ മൊഡ്യൂൾ എന്ന് പറയും. വെക്ടർ സ്പേസിൽ നമ്മൾ പറയുന്നത് വി ഇസ് എ വെക്ടർ സ്പേസ് ഓവർ എഫ് എന്ന് പറയും. ഇവിടെ എന്ത് പറയും, എം ഇസ് എൻ എ മൊഡ്യൂൾ എന്ന് പറയും. ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ ഒന്നുമില്ല, നമ്മൾ സാധാ വെക്ടർ സ്പേസിൽ പഠിച്ചാണ് സെയിം ഡെഫിനേഷൻ തന്നെയാണ്. ഫസ്റ്റത്തെ കാര്യം എന്താ, ഏറ്റവും ആദ്യം തന്നെ പറയേണ്ടത് ഒരു റിംഗ് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യണം. ലെറ്റ് എ ബി എ റിംഗ്. റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാണ് കമ്പ്യൂട്ടർ യൂണിറ്റ് ആണ്. പിന്നെ അവിടെ ഒരു എ മൊഡ്യൂള് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എന്താ, അതൊരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. ഓൺ വിച്ച് എ എക്സ് ലീനിയർലി. അതിന്റെ അർത്ഥം എന്താ, എ എക്സ് ലീനിയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ അടിയിൽ എഴുതി വെച്ചാൽ ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളൂ. ഈ 4 പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ല അവിടെ ശരിക്കും പറഞ്ഞത്. അത് സ്കെയിലർ, അതായത് എമ്മിലെ 2 എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യില്ല നമ്മൾ ഒരിക്കലും ഇതിൽ. നമ്മൾ എന്താ ചെയ്യുള്ളൂ, എമ്മിലെ എലമെന്റ്സ് എപ്പോഴും എമ്മിലെ എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് അഡീഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എക്സ് പ്ലസ് വൈ മാത്രമേ ഡിഫൈൻഡ് ഉള്ളൂ. എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ ബിലോങ്സ് ടു എം ആണെങ്കിൽ നമുക്ക് എക്സ് ഇൻറ്റു വൈ എമ്മിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, വെക്ടർ സ്പേസിൽ ചെയ്യണ സെയിം കാര്യം നമ്മൾ വെക്ടർ സ്പേസിൽ 2 വെക്ടർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യില്ലല്ലോ. നമ്മൾ എന്താ ചെയ്യാ, ഒരു സ്കെയിലാർ സി ഇൻറ്റു എക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എന്തിട്ടാ, ഒരു സ്കെയിലാർ സി ഇൻറ്റു എക്സ് ചെയ്താൽ അവിടെ തന്നെ വേണം, എമ്മിൽ തന്നെ വേണം. സി ബിലോങ്സ് ചെയ്താ റിംഗ് ആണ്. വെക്ടർ സ്പേസിൽ ഫീൽഡിന് വരെ ഇവിടെ എന്താക്കി, റിംഗ് ആക്കി, അത്രേ ഉള്ളൂ. അതാണ് മൊഡ്യൂള് വെക്ടർ സ്പേസ് തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് പറഞ്ഞാൽ. ഇവിടെ ഉണ്ടാ നമ്മ വെക്ടർ സ്പേസിൽ എന്താ പറയാ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കാണിക്കും, ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് കാണിക്കും. അത് തന്നെയാണ് ഇവിടെ ചെയ്ത് വെച്ചാൽ എന്ത്, എ ഇൻറ്റു എക്സ് പ്ലസ് ഐ എന്താ, എ എക്സ് പ്ലസ് എ വൈ എന്ന് കാണിക്കും. ആണ്, അങ്ങനെ ആയിരിക്കണം. അതുപോലെ എ പ്ലസ് ബി ഇൻറ്റു എക്സ് എന്താന്ന് കാണിക്കും, എ എക്സ് പ്ലസ് ബി എക്സ്. അതുപോലെ എ ഇൻറ്റു ബി എക്സ് എന്താണ്, അസോസിയേറ്റിവിറ്റി എ ബി ഇൻറ്റു എക്സ് ആയിരിക്കും. അത് തന്നെയായിരിക്കും ബി ഇൻറ്റു എ എക്സ്. അതുപോലെ 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് ആയിരിക്കും. 1 എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റാ, എയിലെ എലമെന്റാ. കാരണം എയിൽ എപ്പോഴും യൂണിറ്റ് ഉണ്ടാവുമല്ലോ, നമ്മ അങ്ങനത്തെ റിങ്ങാണോ എടുക്കണേ. ഇവിടെ ഒരിക്കലും എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ല. നിങ്ങൾ അതൊരിക്കലും ആലോചിക്കരുത്, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, അവിടെ എക്സ് ഇൻറ്റു വൈ പറ്റില്ല എന്ന് ചോദിക്കാം. അതില്ല, മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. എമ്മിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഓപ്പറേഷൻ. എമ്മിലുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാ, അഡീഷന്റെ വിത്ത് റെസ്പെക്ട് അഡീഷൻ, അത് അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. അതെപ്പോഴും നോക്കണം. ഈ 4 പ്രോപ്പർട്ടീസ് മാത്രം പോരാ, എപ്പോഴും എന്തായിരിക്കണം, എം ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം വിത്ത് റെസ്പെക്ട് അഡീഷൻ. അതുകൂടാണ്ട് ഒരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. സ്കെയിലാർ എവിടത്തെ എലമെന്റ് ആയിരിക്കും, റിംഗിലെ എലമെന്റ് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഡെഫിനേഷൻ ശരിക്കും വായിച്ചോളൂ, കാരണം ഈ സെക്കൻഡ് ചാപ്റ്റർ ഫുള്ള് മൊഡ്യൂൾസാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻസ് മൊത്തം സാറ്റിസ്ഫൈ ചെയ്യണം ഒരു സെറ്റ് നമുക്ക് എന്തായാലും പറയാം. കാരണം എന്താ, ഈ എ തന്നെ എടുക്കുക, എ എപ്പോഴും എന്ത് തന്നെയായിരിക്കും, എ ഈസ് ആൻ എ മൊഡ്യൂൾ ആയിരിക്കും. കാരണം എ റിംഗ് ആയതുകൊണ്ട് അത് അബീലിയൻ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് അഡീഷൻ ആണ്. പിന്നെ ഈ ഇതൊക്കെയും എന്തിൽ സാറ്റിസ്ഫൈ ചെയ്യും, എയിൽ സാറ്റിസ്ഫൈ. ഇത് മൊത്തം എന്തിൽ എലമെന്റ്സ് ആയി, എൽ എലമെന്റ്സിന്റെ അല്ലേ. അതായത് ഈ എയും എക്സും വൈയും ഒക്കെ എൽ എലമെന്റ്സ്. അപ്പൊ പിന്നെ ഇതൊക്കെ അവിടെ തന്നെ, ഇതൊക്കെ എന്ത് സാറ്റിസ്ഫൈ ചെയ്ത് നോക്കോളൂ. അപ്പൊ എപ്പോഴും എ ഈസ് ആൻ എ മൊഡ്യൂൾ ആയിരിക്കും. ഒരു മൊഡ്യൂളിന് എക്സാമ്പിൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ റിംഗ് ഇറ്റ് സെൽഫ് തന്നെ എഴുതാം. An ideal A of A is an A module. In particular, A itself is an A module. That's the point. A is a field K, then A module. ഒരു ഫീൽഡാണ്, അതായത് എക്ക് വരെ ഒരു ഫീൽഡാണ് എടുത്താണെങ്കിൽ പിന്നെ ഈ പ്രോപ്പർട്ടീസും ഈ അബീലിയൻ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസും ഒക്കെ വെച്ച് അത് എന്തായി മാറിക്കോളും, ഒരു വെക്ടർ സ്പേസ് ആയിട്ട് മാറിക്കോളും. ആണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. വെക്ടർ സ്പേസും ഈ മൊഡ്യൂളും തമ്മിലുള്ള ആകെ വ്യത്യാസം പറഞ്ഞാൽ എന്നിട്ടാ, വെക്ടർ സ്പേസിൽ ഫീൽഡ് വേണം, ഇവിടെ റിങ് മതി. ഓക്കെ, ഇനി നമ്മുടെ റിങ് സെഡ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഇപ്പൊ സെഡിന്റെ എല്ലാ സബ് റിങ്സ് അത് എന്തായിരിക്കും, എ മൊഡ്യൂൾ ആയിരിക്കും, അതായത് സെഡ് മൊഡ്യൂൾ ആയിരിക്കും. പ്രിസൈസ്ലി നമ്മ മറ്റേ സെഡിന്റെ മൊഡ്യൂൾസിനെ, അത് സെഡ് മൊഡ്യൂൾസിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇതിലേക്ക് വരും, അതിലേക്ക് എത്തണ്ട എന്തായാലും. മൊഡ്യൂൾ ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റിംഗ് ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ, എ ഇന്ന് ബി 5 എന്ന് പറയുന്ന ഒരു ഹോമോമോർഫിസം എന്താ,
നമുക്കറിയാം ഫൈവ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈവ് ഓഫ് എക്സ് പ്ലസ് ഫൈവ് ഓഫ് വൈ ആയിരിക്കണം. ഫൈവ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ഫൈവ് ഓഫ് എക്സ് ഇൻറ്റു ഫൈവ് ഓഫ് വൈ ആയിരിക്കണം. അതാണ് അവിടെ മെയിൻ പ്രത്യേകത. അതാണ് ഫൈവ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്തായിരിക്കണം? ഫൈവ് ഓഫ് എക്സ് പ്ലസ് ഫൈവ് ഓഫ് വൈ ആയിരിക്കണം. ഫൈവ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു എന്തായിരിക്കും? ഫൈവ് ഓഫ് എക്സ് ഇൻറ്റു ഫൈവ് ഓഫ് വൈ ആയിരിക്കണം. ഫൈവ് ഓഫ് വൺ എന്തായിരിക്കണം? വൺ ആയിരിക്കണം. ഓക്കെ. പക്ഷെ ഇവിടെ ഈ ഒരു കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റുമോ? കാരണം എന്താ? എക്സ് ഇൻറ്റു വൈ അവിടെ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് പറയും? എക്സ് ഇൻറ്റു വൈക്ക് പകരം സം സ്കെയിലാർ സി ഇൻറ്റു എക്സ് അല്ലെങ്കിൽ സം സ്കെയിലാർ എ ഇൻറ്റു എക്സ്. അതെന്തായിരിക്കണം? എ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻ ശ്രദ്ധിക്കണം. അതായത് എഫ് ഓഫ് എ ഇൻറ്റു എക്സ്, അവിടുത്തെ എ എന്ന് പറയുന്നത് എമ്മിലെ എലമെന്റ് അല്ല, എവിടുത്തെ എലമെന്റാ? റിങ്ങിലെ എലമെന്റാ. അപ്പൊ എഫ് ഓഫ് എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയിരിക്കണം. മുകളിലത്തെ കണ്ടീഷൻ നമ്മൾ സാധാരണ പറയണ മുഴുവൻ ഒരു ഹോമോയിസം, ഗ്രൂപ്പ് ഹോമോയിസത്തിന്റെ സെയിം പ്രോപ്പർട്ടി. ഓക്കെ. ഈ ഹോം എ എം എൻ, ഈ എ എന്തിനാ എഴുതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമ്മും എന്നും ഏത് മൊഡ്യൂളാന്ന് കാണിക്കാൻ വേണ്ടിട്ടാ? എ മൊഡ്യൂളാന്ന് കാണിക്കാൻ വേണ്ടിട്ടാ. അതായത് അവിടുത്തെ സ്കെയിലാർ വരുന്നത് എവിടെ നിന്ന്? എ എന്നായിരിക്കണം. അതിന് വേണ്ടിട്ട് നമ്മൾ എന്തെടുത്താണ്? ഈ ഹോം അടിയിൽ ഒരു എ എഴുതി വെച്ചാണത്, ഹോം എ എം എൻ. ഇതെന്താ? സെറ്റ് ഓഫ് ഓൾ ഹോമോമോർഫിസംസ് ഫ്രം എം ടു എൻ. എം എന്ന് പറയുന്നത് എ മൊഡ്യൂള്, എൻ എന്ന് പറയുന്നത് എ മൊഡ്യൂള്. അങ്ങനെയാണെങ്കിൽ എം എന്ന് എനിക്കുള്ള എല്ലാ മൊഡ്യൂൾ ഹോമോമോർഫിസത്തിന്റെ കളക്ഷനാണ് നമ്മൾ എന്ത് പറയാ? ഹോം എ എം എൻ എന്ന് പറഞ്ഞു പറയാ. അങ്ങനെയാണെങ്കിൽ ഇവര് പറയുന്നത് ഈ ഹോം എ എം എൻ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഹോമോമോർഫിസത്തിന്റെ മൊത്തം കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ഒരു മൊഡ്യൂൾ തന്നെയായിരിക്കും. അവിടുത്തെ അഡീഷൻ എങ്ങനെയാ? എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആയിരിക്കും. അതാണ് അവിടുത്തെ അഡീഷൻ മാർക്ക് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ഈ അഡീഷൻ നമ്മൾ ഇതെന്തായിരിക്കും? ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. അതുപോലെ ഈ നമ്മുടെ നേരത്തെ 4 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അബീലിയൻ മൊഡ്യൂളാണ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്. അത് ഏത് സാറ്റിസ്ഫൈ ചെയ്തോളും? എ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോറി, എ എഫ് ഓഫ്, അതായത് എ എഫ് ആണ് അവിടുത്തെ എലമെന്റ്. അതെന്തായിരിക്കും? എ ഇൻറ്റു എഫ് ആന്ന് കാണിക്കണം. എ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഇൻറ്റു എഫ് എന്ന്. അതായത് എ ഇൻറ്റു എഫ്, എ എഫ് എ, അത് എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ കാണിക്കണം? എ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് കാണിക്കണം. അല്ല, അത് ഡയറക്റ്റ് ആണ്. അത് നമുക്ക് പ്രൂഫിന്റെ ആവശ്യമില്ല അതിന്. അല്ല, ഡിഫൈൻ ചെയ്ത് വെച്ചാൽ തന്നെ മതി. അതില് അധികം ഒന്നും വേണ്ട. അതാണ് ഇൻഡ്യൂസ്ഡ് ഹോമോമോർഫിസംസ്. അത് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിന്ന് ഉണ്ടാവണ പോലെയാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് യു ഫ്രം എം ഡാഷ് ടു എം എടുത്തു, വി ഫ്രം എൻ ഡാഷ് ടു എൻ ടു എൻ ഡാഷ് എടുത്തു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മ യു ബാർ മാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം എം എന്നിന്ന് ഹോം എം ഡാഷ് എന്നിലേക്ക്. അവിടെ എം ഡാഷ് ഉണ്ട്, ശ്രദ്ധിച്ചോളൂ. അത് യു ബാർ എന്ന് പറഞ്ഞാൽ എന്താ? യു ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഹോം എം എന്നിന്ന് ഹോം എം ഡാഷ് എന്നിലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആണ്. അത് നമുക്ക് പിന്നെയും ഡൗട്ട് ആവരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം എം എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മൊഡ്യൂളാ. ഇതും എന്താ? ഒരു മൊഡ്യൂളാ. രണ്ടും മൊഡ്യൂളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ടും ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞ മൊഡ്യൂളിലേക്ക് ഒരു ഹോമോമോർഫിസം പറഞ്ഞൂടെ? ആ ഹോമോമോർഫിസം ആണ് ഇത് യു ബാർ. അപ്പൊ നമ്മൾ യുവും ബിയും ഡിഫൈൻ ചെയ്ത സ്ഥലത്ത് നിന്ന് നമുക്ക് ഏത് കിട്ടിയ? യു ബാർ. അതിൽ നിന്നാണ് കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നാണ് കിട്ടിയെന്ന് എന്തുകൊണ്ടാ പറയണേന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ യു ബാർ എന്ന് പറയാൻ എവിടെ നിന്ന് എങ്ങോട്ടാ? ഹോം എം എന്നിന്ന് ഹോം എം ഡാഷ് എന്നിലേക്ക്. അതായത് എമ്മിന്ന് എനിക്കുള്ള ഫുൾ ഹോമോമോർഫിസം, അതായത് ഇപ്പൊ എമ്മിന്ന് എന്നിലേക്കുള്ള കുറെ ഹോമോമോർഫിസംസ് കൂടെ കിടക്കുന്നുണ്ട്. ഞാനൊരു ഇതായിട്ട് വരച്ചു തരാം. എമ്മിന്ന് എന്നിലേക്കുള്ള ഒരു കുറെ ഹോമോമോർഫിസംസ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇതിലെ ഒരു ഹോമോമോർഫിസത്തിനെ പിടിച്ച് എങ്ങോട്ട് മാപ്പ് ചെയ്യാണ്? എം ഡാഷിന്ന് എന്നിലേക്ക് പോണ കുറെ ഹോമോമോർഫിസങ്ങൾ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇതിലൊരു ഹോമോമോർഫിസത്തിനെ പിടിച്ച് ഇതിലൊരു ഹോമോമോർഫിസത്തിലേക്ക് മാപ്പ് ചെയ്യാണ്. യു ബാർ എന്താ ചെയ്യാ? എമ്മിന്ന് എന്നിലേക്ക് പോണ ഒരു ഹോമോമോർഫിസത്തിനെ പിടിച്ച് എങ്ങോട്ട് മാപ്പ് ചെയ്യും? എം ഡാഷിന്ന് എന്നിലേക്ക് പോണ ഒരു ഹോമോമോർഫിസത്തിലേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ. യു ബാർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചതല്ലേ, കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയുള്ളൂ. അതുപോലെ വി ബാർ എന്താണ്? ഹോം എം എന്നിന്ന് ഹോം എം എൻ ഡാഷിലേക്കുള്ള ഒരു ഹോമോമോർഫിസം. അതായത് എമ്മിന്ന് എന്നിലേക്ക് പോണ കുറെ ഹോമോമോർഫിസംസ് ഇവിടെ കിടക്കുന്നുണ്ട്. അതിലൊരു ഹോമോമോർഫിസത്തിനെ പിടിച്ച് എങ്ങോട്ട് മാപ്പ് ചെയ്യും? എമ്മിന്ന് എൻ ഡാഷിലേക്ക് പോണ ഒരു ഹോമോമോർഫിസത്തിലേക്ക് മാപ്പ് ചെയ്യും. അപ്പൊ യു ബാറിന്റെയും വി ബാറിന്റെ ഇമേജും പ്രീ ഇമേജും ഒക്കെ എന്ത് തന്നെയായിരിക്കും? ഹോമോമോർഫിസംസ് ആയിരിക്കും.
അതുകൊണ്ടാണ് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചാണത് യു ബാർ ഓഫ് എഫ്. കാരണം യു ബാർ എഫിനെയാണ് മാപ്പ് ചെയ്യുക, ഹോമോമോർഫിസത്തിന്റെ വേറൊരു ഹോമോമോർഫിസത്തിലേക്കാണ് മാപ്പ് ചെയ്യുക. യു ബാർ ഓഫ് എഫിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തു? എഫ് കോമ്പോസിറ്റ് യു എന്ന് ഡിഫൈൻ ചെയ്തു. അപ്പൊ എഫ് കോമ്പോസിറ്റ് യു എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കണം? ഹോം എം ഡാഷ് എന്നിൽ കിടക്കണം. അതായത് ഹോം എം ഡാഷ് എന്നിൽ കിടക്കണം. അതായത് എഫ് കോമ്പോസിറ്റ് യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? എം ഡാഷിന്ന് എന്നിലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആയിരിക്കണം. അതാണോ നമ്മ ഈ അടിയിലത്തെ ഈ പടം വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലും. അതുപോലെ വി ബാർ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? വി കോമ്പോസിഷൻ എഫ് ആയിട്ട് ചൂസ് ചെയ്തു. ഇനി അതൊക്കെയും വെൽ ഡിഫൈൻഡ് ആണോ എന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പൊ യു ബാർ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? എം ഡാഷിന്ന് എന്നിലേക്കുള്ള ഒരു ഹോമോമോർഫിസത്തേക്ക് തന്നെ മാപ്പ് ചെയ്താണ്. അതാണ് എഫ് കോമ്പോസിഷൻ യു. അതുപോലെ വി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എന്നിട്ടാ എമ്മിന്ന് എൻ ഡാഷിലേക്ക്. അപ്പൊ അതുകൊണ്ട് യുവും വി ബാറൊക്കെ എന്താ? വെൽ ഡിഫൈൻഡാ. നമ്മ ഈ വെറുതെ ഇങ്ങനെ എഴുതി വെച്ചെന്ന് മാത്രമല്ല ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ ഡെഫിനേഷൻ വെച്ച് അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെയാണ് പോണേന്ന് കിട്ടി നമുക്ക്. ഓക്കെ, ഈ ഹോമോമോർഫിസംസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. കാരണം ഈ ഹോമോമോർഫിസംസ് വെച്ചിട്ട് കുറെ പ്രൂഫ് ഉണ്ട്. അതിലൊരു എപ്പോഴും എസ്ഐക്ക് ചോദിക്കണ ഒരു സ്ഥിരം ചോദിക്കണ ഒരു പ്രൂഫ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു എക്സാക്ട് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരുമ്പോൾ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യും. അപ്പൊ ഈ സാധനങ്ങൾ ഇത് പഠിച്ച ആൾക്ക് ആ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അടുത്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫോർ എനി മോഡ്യൂൾ എം ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ ഐസോമോർഫിസം ഹോം എ എം ഐസോമോർഫിക് ടു എം ആയിരിക്കുന്നു. ഹോം എ എം എന്ന് പറഞ്ഞാൽ എന്നിട്ടാ എന്ന് എമ്മിക്കുള്ള എല്ലാ ഹോമോർഫിസത്തിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എന്തിനോട് ഐസോമോർഫിക് ആയിരിക്കും? എമ്മിനോട് ഐസോമോർഫിക് ആയിരിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ റിസൾട്ടും യൂസ് ചെയ്യുന്നുണ്ട് കുറെ സ്ഥലങ്ങളിൽ. അപ്പൊ നമ്മ ഇത് ഐസോമോർഫിക് ആണെന്ന് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്ന് ഇതിലേക്ക് എന്ത് കാണിക്കണം? ഒരു ഐസോമോർഫിസം ഡിഫൈൻ ചെയ്ത് ഉണ്ടാക്കണം. ആ ഐസോമോർഫിസം ആണ് നമ്മൾ അടിയിൽ എന്ത് വെച്ചാണ്? ഫൈ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് വെച്ചാണത്. ഫൈ എന്താ ചെയ്യാ? ഫൈ എവിടെ നിന്ന് എങ്ങോട്ടാ? ഹോം എ എം ഇന്ന് ഹോം എ എം ഇന്ന് എങ്ങോട്ടാ? എമ്മിലേക്കാണ്. അതായത് ഫൈ അപ്പൊ എന്താണ് ചെയ്യുക? ഹോം എ എമ്മിലെ ഒരു എലമെന്റിനെ എമ്മിലേക്ക് മാപ്പ് ചെയ്യണം. ഹോം എ എമ്മിലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹോമോമോർഫിസം ആണ്. ആ ഹോമോമോർഫിസത്തിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്യും, ഒരു എമ്മിലേക്ക് മാപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് എമ്മിലേക്ക് മാപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെറുതെ എഫ് ഓഫ് വൺ എടുത്തു നമ്മൾ അങ്ങനെ ചൂസ് ചെയ്ത് വെച്ചു. അപ്പൊ നമുക്ക് എന്താ? എഫ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എന്തായാലും എവിടത്തെ എലമെന്റ് ആയിരിക്കും? എഫ് എന്ന് പറഞ്ഞാൽ എവിടത്തെ എലമെന്റാ? ഹോം എ എമ്മിലെ എലമെന്റാ. അതായത് എന്ന് എമ്മിലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആണ് ഏത്? എഫ് എവിടെ നിന്ന് എങ്ങോട്ടാ? എന്ന് എമ്മിലേക്ക്. അപ്പൊ എഫ് ഓഫ് എന്തെടുത്താലും അത് എവിടെ ചെന്ന് എടുക്കും? എമ്മിൽ എടുക്കും. അപ്പൊ നമ്മൾ എഫ് ഓഫ് വൺ എടുത്താലും അത് എവിടെ തന്നെ എടുക്കും? എമ്മിൽ എടുക്കും. അപ്പൊ നമുക്ക് ഫൈവ് വെൽ ഡിഫൈൻഡ് ആയി. കാരണം ഹോം എമ്മിന്ന് എങ്ങോട്ട് തന്നെ പോണേ? എമ്മിലേക്ക് തന്നെയാണ് പോണേന്ന് കിട്ടി. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്തെന്നൊക്കെ ശ്രദ്ധിക്കണം. ഈ ഡെഫിനേഷനൊക്കെ ആ സമയത്ത് നമുക്ക് എക്സാമിന്റെ സമയത്ത് മറന്നു. എങ്ങനെ ഫൈവ് ഓഫ് എഫ് ഡിഫൈൻ ചെയ്ത് വെച്ചാണ്? എഫ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്ത് വെച്ചാണ്. ഇനി നമുക്ക് ഇത് എന്താന്ന് കാണിക്കണം? ഇത് വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കണം. അത് കൂടാണ്ട് ഇത് ഹോമോമോർഫിസം ആണെന്ന് കാണിക്കണം. സോറി, ഐസോമോർഫിസം ആണെന്ന് കാണിക്കണം. വെൽ ഡിഫൈൻഡ് ആണെന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുക? ഒരു എഫ് ഫ്രം എ ടു ബി വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയോ? എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെന്ന് കാണിക്കണം. അത് സെയിം എലമെന്റ്സിന് സെയിം ഇമേജേ പറ്റുള്ളൂ. ഇതിന്റെ നേരെ തല തിരിച്ച് കാണിക്കുന്നതാണ് ഏത്? 1 ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോണ്. വെൽ ഡിഫൈൻഡ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാ? എഫ് ഈക്വൽ ടു ജി എന്ന് പറഞ്ഞെടുത്തു. അതായത് ഇതിന്റെ ഇമേജ് എങ്ങനെയാ? അതായത് ഇത് ഫൈ ഓഫ് എന്തൊക്കെ എടുക്കണ്ടേ? ഹോമോമോർഫിസംസ് അല്ല എടുക്കണ്ടേ? ഫൈ ഓഫ് എഫും ഫൈ ഓഫ് ജി ഒക്കെ അല്ലേ നമ്മൾ എടുക്കുക. അതുകൊണ്ട് നമ്മൾ രണ്ട് സാധനങ്ങൾ എഫും ജി ഈക്വൽ എന്ന് പറഞ്ഞെടുത്തിട്ട് എന്ത് കാണിക്കണം? ഫൈ ഓഫ് എഫും ഫൈ ഓഫ് ജി ഈക്വൽ എന്ന് കാണിക്കണം. അപ്പൊ എഫും ജി ഈക്വൽ അല്ലേ? എഫും ജി ഈക്വൽ ആയതുകൊണ്ട് എഫ് ഓഫ് എന്തെടുത്താലും ഈക്വൽ ആവണ്ടേ ജിയോട്? അതായത് എഫ് ഓഫ് വണ്ണും ജി ഓഫ് വണ്ണും ഈക്വൽ ആവും. എഫ് ഓഫ് വണ്ണും ജി ഓഫ് വണ്ണും ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈ ഓഫ് എഫ് അല്ല എഫ് ഓഫ് വൺ, അതുപോലെ ഫൈ ഓഫ് ജി അല്ലെ ജി ഓഫ് വൺ. അപ്പൊ എഫ് ഈക്വൽ ടു ജി എടുത്തപ്പോ എന്ത് കിട്ടി? ഫൈ ഓഫ് എഫ് ഈക്വൽ ടു ഫൈ ഓഫ് ജി എന്ന് കിട്ടി. അതുകൊണ്ട് ഫൈ എന്തായി? വെൽ ഡിഫൈൻഡ് ആയി. ഓക്കെ, വെൽ ഡിഫൈൻഡ് ആയി. ഇനി ഫൈ 1 ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇത് തന്നെ നേരെ തല തിരിച്ച് കാണിക്കണം. അതായത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് പ്രൂവ്, അത് ഓട്ടോമാറ്റിക്കലി അതൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കരുത്.
ഇതൊക്കെ ഇതിന്റെ ഡെഫിനേഷനാണ്. ഇത് ഇങ്ങനെ തന്നെ പ്രൂവ് ചെയ്യണം. ഫൈ 1 1 ആന്ന് കാണിക്കാൻ എന്താ ചെയ്യണ്ടേ? ഫൈ ഓഫ് എഫ് ഈക്വൽ ടു ഫൈ ഓഫ് ജി എന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എഫ് ഈക്വൽ ടു ജി ആന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ ഫൈ ഓഫ് എഫ് ഈക്വൽ ടു ഫൈ ഓഫ് ജി എന്ന് പറഞ്ഞെടുത്തു. ഫൈ ഓഫ് എഫ് എന്താ? എഫ് ഓഫ് 1 ആ. ഫൈ ഓഫ് ജി എന്താ? ജി ഓഫ് 1 ആ. അപ്പൊ നമ്മ ഇനി എങ്ങനെ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈ ഓഫ് എഫ് ഓഫ് 1 ജി ഓഫ് 1 ഈക്വൽ അല്ലേ? എഫ് ഓഫ് 1 ജി ഓഫ് 1 ഈക്വലാ. അത് രണ്ടും എവിടത്തെ എലമെന്റാ? എമ്മിലെ എലമെന്റും ആണ്. എം മൊഡ്യൂൾ അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു സ്കെയിലാർ അല്ലെങ്കിൽ റിംഗിലൊരു എലമെന്റ് വെച്ച് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എമ്മിലെ എലമെന്റ് വെച്ച് മൾട്ടിപ്ലൈ അല്ല, ഏല എലമെന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്നു പറയാം. അപ്പൊ എക്സ് ഇൻറ്റു എഫ് ഓഫ് 1ഉം ഈക്വൽ ടു എന്താ? എക്സ് ഇൻറ്റു ജി ഓഫ് 1 ആ. എക്സ് ഇൻറ്റു എഫ് ഓഫ് 1, എക്സ് എവിടത്തെ എലമെന്റാ? ഏല എലമെന്റാ. അതിനല്ലേ നമ്മ എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 ആക്കാൻ പറ്റും. നമ്മ ഇതിന്റെ ഹോമോസിന്റെ പ്രോപ്പർട്ടിയിൽ എഴുതി വെച്ചാണ്, മൊഡ്യൂളിന്റെ ഹോമോസിന്റെ പ്രോപ്പർട്ടിയിൽ നമ്മ എഴുതി വെച്ചതാണ്. ഇവിടെ എമ്മിലെ ഒരു എലമെന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റണമെന്നില്ല. ഏലൊരു എലമെന്റ് ആയതാണ് നമുക്ക് അതിനെ എഴുതാൻ പറ്റിയത്. അത് നമ്മ അങ്ങനെ തന്നെ എപ്പോഴും പറഞ്ഞു പഠിക്കുക, അല്ലെങ്കിൽ നമ്മ എവിടെയെങ്കിലും വെച്ച് തെറ്റിക്കും. ഇവിടെ നമുക്ക് കറക്റ്റ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഇൻറ്റു 1ഉം ജി ഓഫ് എക്സ് ഇൻറ്റു 1 ഈക്വൽ. എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 എന്ന് പറയുന്നത് ഏല ഐഡന്റിറ്റിയാ. എക്സ് എന്ന് പറയുന്നത് ഏലൊരു എലമെന്റാ. അതിനർത്ഥം എന്താ? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് തന്നെ കിട്ടണം. മൾട്ടിപ്ലിക്കേഷൻ അവിടെ പോസിബിളാ. അങ്ങനെ റിംഗിലെ രണ്ട് എലമെന്റ് ആയത് തന്നെയാണ് അവിടെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആയത്. അപ്പൊ നമുക്ക് എന്തായി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ആയി. അതുകൊണ്ട് എഫ് ഈക്വൽ ടു ജി ആയി. രണ്ട് എഫ് ഈക്വൽ ടു ജി എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവരി എക്സ് ആന്ന് കാണിച്ചാൽ മതി. അതാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവരി എക്സ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ ഫൈവ് 1 1 ആന്ന് പ്രൂവ് ചെയ്തു. ഇനി എന്താണ് കാണിക്കണം? 5 ഓൺ ടു ആന്ന് പ്രൂവ് ചെയ്യണം. അതായത് എമ്മിലെ ഏത് എലമെന്റ് എടുത്താലും അതിന് പ്രീഇമേജ് ആയിട്ട് ഹോം എമ്മിൽ ഒരു എലമെന്റ് ഉണ്ടെന്ന് കാണിക്കണം. നമ്മുടെ 5 വെച്ചിട്ട്. അപ്പൊ എമ്മിൽ ഒരു എലമെന്റ് നമ്മൾ ചൂസ് ചെയ്തു. ഏത്? എക്സ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തു. എക്സ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തു. ഇനി എഫ് ഫ്രം എ ടു എം അല്ലേ? കാരണം എഫ് ബിലോങ്സ് ടു നമ്മ ഇതിന്റെ പ്രീഇമേജ് എവിടെ കാണിക്കണം? ഹോം എ എമ്മിൽ ഉണ്ടെന്ന് കാണിക്കണം. ആ പ്രീഇമേജിനാണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണത്. ഏത്? എഫ് എന്ന് പറഞ്ഞത് ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യണേ? എഫ് ഓഫ് 1 ഈക്വൽ ടു എക്സ് ആയിട്ട് ചൂസ് ചെയ്തു. എഫ് ഓഫ് 1 ഈക്വൽ ടു എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു എലമെന്റ് വൈ. ഈ എക്സ് ഏതാ? ഫിക്സഡ് ആണ്. എക്സ് ബിലോങ്സ് ടു എം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ എന്താ? ഇനി നമ്മ വാരിയിങ് ആയിട്ട് ജസ്റ്റ് ഏല ഒരു എലമെന്റ് വൈ എടുത്തു. ആ വൈനെ ഇത് എങ്ങടെ മാപ്പ് ചെയ്യാ? എഫ് ഓഫ് വൈ എങ്ങടാ മാപ്പ് ചെയ്യാ? എഫ് ഓഫ് വൈ ഇൻറ്റു 1 നമുക്ക് വേണമെങ്കിൽ എഴുതാലോ. വൈനെ എഫ് ഓഫ് 1 ഇൻറ്റു വൈ എഴുതാം. ആ വൈനെ പുറത്തേക്ക് എടുത്ത് എന്ത് എഴുതാം? എഫ് ഓഫ് വൈ ഇൻറ്റു എഫ് ഓഫ് 1 എഴുതാം. എഫ് ഓഫ് 1 എന്താ? എക്സാ. അപ്പൊ വൈ എക്സ് ചൂസ് ചെയ്യാം. നമ്മുടെ എഫ് എങ്ങനെയാ ചൂസ് ചെയ്തത്? അപ്പൊ നമ്മൾ എഫ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാ? എഫ് ഓഫ് വൈ ഈക്വൽ ടു വൈ എക്സ്. അതാണ് ഏത്? നമ്മുടെ ഫംഗ്ഷൻ. ഈ എഫ് എന്തിനാ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്? എക്സിന്റെ പ്രീഇമേജ് ആയിട്ടാ. അതുകൊണ്ടാണ് ഇവിടെ എക്സ് ഫിക്സഡ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. എക്സിന്റെ പ്രീഇമേജ് ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മ ഈ എഫിനെയാണ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടിരുന്നത്. ആ എഫ് എങ്ങനെയാ? എഫ് ഓഫ് വൈ ഈക്വൽ ടു വൈ എക്സ്. ഇനി നമുക്ക് എന്ത് കാണിക്കണം? ഫൈ ഓഫ് എഫ് എന്താന്ന് കാണിക്കണം? എക്സ് ആന്ന് കാണിക്കണം. അങ്ങനെയുള്ള നമുക്ക് കൊണ്ടുവരാം. ഫൈ ഓഫ് എഫ് എന്താന്ന് കാണിക്കണം? എക്സ് കാണിക്കണം. അതിനേക്കാളും മുന്നേ നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത് വെച്ചാണ് ഈ എഫ് ഇല്ലേ, ഈ എഫ് ഒരു ഹോമോവിസ് ആണ് നമ്മുടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഹോമോവിസ് ആണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് പെട്ടെന്ന് കിട്ടും. അത് എക്സാമിന് അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എഫ് എന്തായാലും ഹോമോവിസ് ആണ്. ഇനി നമ്മൾ എന്ത് കാണിക്കും? ഫൈ ഓഫ് എഫ് എന്താന്ന് കാണിക്കണം? എക്സ് ആന്ന് കാണിക്കണം. ഫൈ ഓഫ് എഫ് അതെന്താ? ഫൈ ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തത് എന്താ? ഫൈ ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഓഫ് എഫ് എന്താ? ഫൈ ഓഫ് 1 ആ. അപ്പൊ നമ്മുടെ ഫൈ ഓഫ് എഫ് എന്താ? എഫ് ഓഫ് 1 ആ. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആ. അപ്പൊ ഫൈ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമേജ് എന്താന്ന് കിട്ടി? എക്സ് ആന്ന് കിട്ടി. അതായത് എക്സിന്റെ പ്രീ ഇമേജ് ആണ് ഏത്? എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു 1 1 ഓൺ ടു ഹോമോവിസം കിട്ടി. എവിടെ നിന്ന് എങ്ങോട്ട്? എ എം ഇന്ന് അല്ല സോറി ഹോം എ എം ഇന്ന്
എമ്മിലേക്ക് ഒരു 1-1-1 ഹോമോമോർഫിസം കിട്ടി. അതിനർത്ഥം എന്താ? 1-1-1 ഹോമോമോർഫിസത്തിന് നമ്മൾ എന്ത് പറയാ? ഐസോമോർഫിസം എന്ന് പറയാ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഹോം എമ്മിന്ന് എമ്മിലേക്ക് ഒരു ഐസോമോർഫിസം കിട്ടി. അപ്പൊ അത് രണ്ടും എന്താ? ഐസോമോർഫിക് ആണ്. അടുത്ത സബ് മൊഡ്യൂൾസ് എന്താണ്? സബ് മൊഡ്യൂൾസും കോഷ്യൻ മൊഡ്യൂൾസും. സബ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് എം ഡാഷ്, എം എന്ന് പറയുന്നത് എ മൊഡ്യൂൾ എടുത്തു. എം ഒരു എ മൊഡ്യൂൾ ആണ്. ഈ എം അത് എം ഡാഷ് എന്ന് പറയുന്നത് എമ്മിന്റെ ഒരു സബ്സെറ്റ് ആണ്. എം എന്ന് പറയുന്നത് ഒരു എ മൊഡ്യൂളും. അങ്ങനെയാണ് ഈ എം ഡാഷിനെ ഒരു സബ് മൊഡ്യൂൾ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മതി? ഈ എം ഡാഷ് എമ്മിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കണം. സബ്സെറ്റ് അല്ല, സബ് ഗ്രൂപ്പ് ആയിരിക്കണം. അതായത് നമ്മൾ സാധാരണ പറയില്ലേ സബ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സബ്സെറ്റ് ആയിരിക്കണം, അത് ഇറ്റ്സെൽഫ് ഒരു ഗ്രൂപ്പ് ആയിരിക്കണം. അപ്പൊ അതുപോലെ തന്നെ ഈ എം ഡാഷ് സബ് മൊഡ്യൂൾ എന്ന് പറയണമെങ്കിൽ ജസ്റ്റ് ഇത്രയും പറഞ്ഞാൽ മതി. എം ഡാഷ് എന്ന് പറഞ്ഞാൽ അതിന്റെ സബ്സെറ്റ് ആയിരിക്കണം, അത് ഇറ്റ്സെൽഫ് ഒരു മൊഡ്യൂൾ ആയാൽ മതി, എ മൊഡ്യൂൾ ആയാൽ മതി. പക്ഷെ അത് തന്നെ നമ്മൾ കറക്റ്റ് മെത്തേഡിൽ പറയുന്നതാണ് അത്. അതായത് എം ഡാഷ് ഇത് സബ് ഗ്രൂപ്പ് ഓഫ് എം ആയിരിക്കണം, വിച്ച് ഇസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ബൈ ദ എലമെന്റ്സ് ഓഫ് എ. അതായത് നമ്മുടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, സാധാ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ അത് ക്ലോസ്ഡ് ആയിരിക്കണം എന്ന്. അതിന്റെ അർത്ഥം എന്താ? എം ഡാഷ് ഒരു മൊഡ്യൂൾ ആയിരിക്കണം എന്ന് തന്നെയാണ് പറയണത്. അതായത് എം ഡാഷ് എമ്മിന്റെ സബ് മൊഡ്യൂൾ എന്ന് പറയണമെങ്കിൽ എന്താ വേണം? എം ഡാഷ് സബ്സെറ്റ് ഓഫ് എം ആയിരിക്കണം, എം ഡാഷ് ഇറ്റ്സെൽഫ് ഈസ് എ മൊഡ്യൂൾ ആയാൽ മതി. ഓക്കെ. കോഷ്യൻ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും വന്നു കഴിഞ്ഞാൽ നമ്മ അപ്പൊ തന്നെ എന്ത് പറയാം? സബ് ഗ്രൂപ്പ് വരാം, അവിടെ നോർമൽ സബ് ഗ്രൂപ്പ് വേണം, ജി ഓവർ എച്ച് ഒക്കും പറയാൻ പറ്റും അല്ലേ? പക്ഷെ ഇവിടെ നോർമലും അതുപോലെ റിങ്ങും ഐഡിയലും വരുമ്പോൾ നമ്മൾ എന്ത് എ ഓവർ എ പറയാറുണ്ട്. പക്ഷെ ഇവിടെ എന്ത് വേറൊന്നും വേണ്ട, സബ് മൊഡ്യൂൾ ആയാൽ മതി. എന്ത് പറയാൻ പറ്റും? എം ഓവർ എം ഡാഷ് പറയാൻ പറ്റും. അവിടുത്തെ എലമെന്റ് എങ്ങനെയാ? എ പ്ലസ് എം ഡാഷ്, വേറെ എ ബിലോങ്സ് ടു എം. ഓക്കെ. സബ് മൊഡ്യൂൾ മറ്റേ കോഷ്യൻ മൊഡ്യൂൾ നമ്മൾ സാധാ കോഷ്യൻ റിംഗ് ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ. ഇവിടെ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നുമില്ല. നമുക്ക് ഗ്രൂപ്പിലാണെങ്കിൽ നോർമൽ സബ് ഗ്രൂപ്പ് വേണം, റിംഗിലാണെങ്കിൽ ഐഡിയൽ വേണം ഈ കോഷ്യൻ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കണേ, കോഷ്യൻ റിംഗ് ഒക്കെ ഉണ്ടാക്കണേ. ഇവിടെ കോഷ്യൻ മൊഡ്യൂൾ ഉണ്ടാക്കാൻ ജസ്റ്റ് സബ് മൊഡ്യൂൾ മാത്രമായാൽ മതി. ഓക്കെ. ഇതാണ് അവിടെ എഴുതി വെച്ചത് കോഷ്യൻ മൊഡ്യൂൾ. അവിടുത്തെ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് അത് മുന്നേ ചെയ്തത് പോലെ തന്നെ ആ സെയിം രീതി തന്നെയാണ് അത്. അതുപോലെ എമ്മിന്ന് എം ഓവർ എം ഡാഷിലേക്ക് ഒരു ഓൺ ടു ഹോമോവിസ് ഉണ്ടാവും എപ്പോഴും. ഓൺ ടു, അപ്പൊ ഇവിടെ പറയുമ്പോൾ ഓൺ ടു മൊഡ്യൂൾ ഹോമോവിസ് ഉണ്ടാവും എന്നൊക്കെ പറയാം. ഓൺ ടു മൊഡ്യൂൾ ഹോമോവിസ് ഉണ്ടാവും. കേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എഫ് ഫ്രം എം ടു എം ഡാഷ് ആണ് അതിന്റെ ഹോമോവിസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ കേണൽ എന്ന് പറഞ്ഞാൽ എന്താ? കേണൽ എഫ് സീറോന്റെ പ്രീമേജ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. എങ്ങനെ വേണമെങ്കിലും പറയാം നമുക്ക്. സീറോന്റെ പ്രീമേജിനാണ് കേണൽ എന്ന് പറയാം. അതാ മുന്നിൽ പഠിച്ചാണ് സെയിം ഡെഫിനേഷൻസ് തന്നെ ആണ് ഇവിടെ എഴുതി വെച്ചത്. ഇതിലൊരു പുതിയ ടേം വന്നിട്ടുണ്ട്, കോ കേണൽ. എന്താണ് കോ കേണൽ മാത്രം നമുക്ക് പുതിയതായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എഫ് ഫ്രം എം ടു എൻ എടുത്തു, അതൊരു റിംഗ് എ മൊഡ്യൂൾ ഹോമോവിസ് ആണെങ്കിൽ കോ കേണൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് എഫ് പറയാൻ പറ്റൂലേ? ഇമേജ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെ എടുക്കുക? എന്നിലല്ല എടുക്കുക. ഇമേജ് എപ്പോഴും എന്തായിരിക്കും? സബ് ഗ്രൂപ്പ് ആണെങ്കിൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും, സബ് റിംഗ് ആണെങ്കിൽ സബ് റിംഗ് ആയിരിക്കും. റിംഗിൽ ഐഡിയൽ ആവില്ല എന്നൊക്കെ നമുക്ക് പറഞ്ഞത്. പക്ഷെ ഇവിടെ അത് എന്തായാലും സബ് മൊഡ്യൂൾ ആയിരിക്കും. സബ് മൊഡ്യൂൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻ ഓവർ ഇമേജ് എഫിനെ കുറിച്ച് പറയാൻ പറ്റും. ഈ കോഷ്യൻ ഗ്രൂപ്പിനെ, ഈ കോഷ്യൻ മൊഡ്യൂളിനെ കുറിച്ച് പറയാൻ പറ്റും. ഈ കോഷ്യൻ മൊഡ്യൂളിനാണ് നമ്മൾ എന്ത് പറയാ? കോ കേണൽ ഓഫ് എഫ് എന്ന് പറയാം. അത് എൻ ഓവർ ഇമേജ് എഫിനെയാണ് നമ്മൾ എന്താ പറയാ? കോ കേണൽ ഓഫ് എഫ് എന്ന് പറയും. അടുത്ത് ഫണ്ടമെന്റൽ തിയറം ഓഫ് മൊഡ്യൂൾസ്. നമ്മൾ ഫണ്ടമെന്റൽ തിയറം സാധാരണ എങ്ങനെ പറയാ? എഫ് ഫ്രം ജി ടു ജി ഡാഷ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നത് ജി ടു ജി ഡാഷ് ഉണ്ടെങ്കിൽ ജി ഓവർ കേണൽ എഫ് ഐസോമോർഫിക് ടു ഫൈ ഓഫ് എഫ് ഓഫ് ജി ആയിരിക്കും നമ്മൾ പറയും. എഫ് എന്ന് പറയുന്നത് ഒരു ഹോമോസിക്കാലിറ്റി അങ്ങനെ നമുക്ക് പറയാം. ആ സെയിം സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷെ സെയിം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതെ, അടിയിൽ ഞാനൊരു വര വരച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം ആണ് നമുക്ക് യൂസ് ചെയ്യണം. പക്ഷെ ഇതിന് സ്റ്റേറ്റ്മെന്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്.
കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കേണൽ എഫ് അല്ല നമ്മൾ സാധാരണ എടുക്കുക. ഇവിടെ എന്താ എടുക്കണേ, ഒരു എം ഡാഷ് ആണ്. പക്ഷെ ആ എം ഡാഷ് എവിടെ കിടക്കണം, കേണൽ എഫിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു എം ഡാഷ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ശരി പറഞ്ഞാൽ കേണൽ എഫ് ചൂസ് ചെയ്താൽ മതി. എം ഡാഷ് കേണൽ എഫ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഈ അടിയിൽ വരെ വെച്ചാണ് അത് എത്തണത്. ആ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു എഫ് ബാർ, എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് അങ്ങോട്ടാ, എമ്മിന്ന് എന്നിലേക്ക് നമുക്ക് കേണൽ എഫിന്റെ ഒരു സബ്സെറ്റ് എം ഡാഷ് എം ബാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എഫ് ബാർ ഫ്രം എം ഓവർ എം ഡാഷ് ടു എൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ചായിട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എം ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ആയിരിക്കും. അല്ല സോറി, എഫ് ബാർ ഓഫ് എക്സ് പ്ലസ് എം ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ്. അതായത് ഈ എക്സ് എന്ന് പറയുന്നത് എമ്മിലെ എലമെന്റ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എവിടെ എടുക്കും, എന്നിൽ എടുക്കും. അപ്പൊ കറക്റ്റ് ആണ്. എഫ് ബാർ എന്ന് പറയുന്നത് എം ഓവർ എം ഡാഷ് എന്നിലേക്ക് തന്നെയാണ്. ആ ഇങ്ങനെയാണെങ്കിൽ കേണൽ എഫ് ബാർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും, കേണൽ എഫ് ഓവർ എം ബാർ ആയിരിക്കും. കാരണം എന്താ, മാറ്റിട്ട് എഴുതാം. അതായത് കേണൽ എഫ് ബാർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കുക, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എം ഓവർ എം ഡാഷ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഐഡന്റിറ്റി ആവണം. ഇവിടുത്തെ ഐഡന്റിറ്റി എന്താ, എം ഡാഷ് അല്ലേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം ഡാഷ് ആവണം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം ഡാഷ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, എഫ് ഓഫ് എക്സ് എന്താ, എക്സ് സോറി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം ഡാഷ് എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും എന്താ പറയാ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം ഡാഷ് അല്ല, എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എം ഡാഷ്. അങ്ങനെയല്ല നമുക്ക് പറയാലോ. സോറി, എഫ് ബാർ ഉണ്ട് ഇവിടെ, എഫ് ബാർ ഓഫ് എക്സ് ഈക്വൽ ടു എം ഡാഷ് എന്ന് പറയും. അതായത് എഫ് ബാർ ഓഫ് എക്സ് ശരിക്കും എന്താ, സോറി ഇത് നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആയിട്ട്. ഇതിനേക്കാളും നല്ലത് കേണൽ ഓഫ് എഫ് ബാർ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ നമ്മ കേണലിൽ എലമെന്റ്സ് എക്സ് പ്ലസ് എം ഡാഷ് അല്ലേ എടുക്കുക, എക്സ് പ്ലസ് എം ഡാഷ് സെറ്റ് ആയിട്ട് എഫ് ബാർ ഓഫ് എക്സ് പ്ലസ് എം ഡാഷ് ഈക്വൽ ടു എം ഡാഷ്. കാരണം അവിടുത്തെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എം ഡാഷ് അല്ലേ, അതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് എം ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് എന്താന്ന് കിട്ടും, ഡാഷ് ഒരു ഓക്കെ. കേണൽ എഫ് ബാർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എലമെന്റ്സിനാണോ എഫ് ബാർ ഐഡന്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുക, അതായത് എന്നിലെ ഐഡന്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുക. അതായത് എഫ് ബാർ ഓഫ് എക്സ് പ്ലസ് എം ബാർ എന്താവണം, 0 ആവണം. എഫ് ബാർ ഓഫ് എം പ്ലസ് എൻ ബാർ എന്താവണം, 0 ആവണം. അതായത് എഫ് ഓഫ് എക്സ് എന്താവണം, 0 ആവണം. എഫ് ഓഫ് എക്സ് 0 ആവണം എന്ന് പറഞ്ഞാൽ എന്താ, എഫിന്റെ ഐഡിയലല്ലേ ഇത്, സോറി എഫിന്റെ കേണൽ അല്ലേ ഇത്. അതായത് നമുക്ക് എന്ത് കിട്ടും, കേണൽ എഫ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ, എഫിന്റെ കേണല് ഓവർ എം ബാർ ആയിരിക്കും. കാരണം കേണല് എന്ന് പറഞ്ഞാൽ എം ബൈ എം ബാറിലെ എലമെന്റ് ആയിരിക്കുമല്ലോ. അതാണ് കേണൽ എഫ് ഓവർ എം ബാർ എന്ന് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഹോമോമോർഫിസം ഓഫ് മോഡ്യൂൾസ്. ഇനി അടുത്തത് ഈ പ്രിപ്പോസിഷൻ 2.1 ആണ്. അത് നമുക്ക് നാളെ എടുക്കാം. പ്രിപ്പോസിഷൻ 2.1 തുടങ്ങി നാളെ എടുക്കാം. ആ പ്രിപ്പോസിഷൻ 2.1 സോറി നമുക്ക് അതും കൂടി പറഞ്ഞിട്ട് പോവാം. പ്രിപ്പോസിഷൻ 2.1 കൂടി പറയാം. അതായത് എൻ സബ്സെറ്റ് ഓഫ് എം സബ്സെറ്റ് ഓഫ് എൽ, നമ്മൾ തല തിരിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് 3 മോഡ്യൂൾസ് ആണെങ്കിൽ ഈ സാധനം നോക്കിയോളൂ, എൽ ഓവർ എൻ ഓവർ എം ഓവർ എൻ ഐസോമോർഫിക് ടു എൽ ഓവർ എം.
നമ്മൾ സാധാരണ എ ബൈ ബി ബൈ സി ബൈ ബി ആണെങ്കിൽ നമ്മൾ ബിയും ബിയും ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്തും എ ബൈ സി എന്ന് എഴുതല്ലേ. ആ സെയിം സാധനം തന്നെ ഇവിടെ എഴുതി വെച്ചത്. ആ മോഡൽ അത് ഓർത്ത് വെക്കണം. നമ്മൾ വെറുതെ ബൈ ബൈ ചെയ്യുമ്പോ ഇവിടെ ആണെങ്കിൽ എന്താ എല്ലാവരും ബൈ അല്ല എൽ ബൈ എൻ ബൈ എം ബൈ എൻ അതിനെ വെട്ടിപ്പോയിട്ട് എന്തായി എൽ ബൈ എം ആവും. ആ മോഡലിൽ അത് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ ഇവിടെ m+m1+m2 ഓവർ m1 ഐസോമോർഫിക് ടു m2 ഓവർ m1 ഇന്റർസെക്ഷൻ m2. ഇത് ഇപ്പൊ നമ്മ തൊട്ട് മുന്നേ പഠിച്ചാണ് ഫണ്ടമെന്റൽ തിയറം വെച്ചിട്ടാണ് ഇത് രണ്ടും പ്രൂവ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യുക? ഒരു ഐഡിയ എങ്ങനെയാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ L/N ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. അതിന്റെ കേണൽ ഏതാണ് രീതിയിൽ m/n ആവണ രീതിയിൽ ഡിഫൈൻ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? L/n ഓവർ m/n ഐസോമോർഫിക് ടു L/m ആയിട്ട് ഒരു ഓൺ ടു ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇങ്ങനെ കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ചെയ്യണത്. അതായത് m2 സോറി ഇവിടെ നമ്മൾ നേരെ തല തിരിച്ച അതിന്റെ അടിയിൽ ചെയ്യണത്. തല തിരിച്ചാണ് ചെയ്യണത്. അതായത് m2 ഇങ്ങോട്ടൊരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്ത് അതിന്റെ കേണൽ ഏതാന്ന് കാണിക്കും, m1 ഇന്റർസെക്ഷൻ m2 എന്ന് കാണിക്കും. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഈ പ്രൂഫ് നാളെ നോക്കിയാൽ മതി. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നാളെ പറഞ്ഞുതരാം. കിട്ടണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ.